all ഡിഫറെൻറ്റ് ഡിസൈൻ ഫിലോസഫീസ്, ഡിസൈൻ ചെയ്യാനുള്ള ഓരോരോ തത്വങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ആദ്യത്തേത് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ്. വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് എന്ന് പറയുന്നത് ഏറ്റവും പഴയ മെത്തേഡാണ്. ഓക്കെ, ആദ്യം തൊട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഓൾഡസ്റ്റ് മെത്തേഡ് ഓഫ് ഡിസൈൻ. It is based on elastic theory and assumes that both steel and concrete are elastic and obeys Hooke's law. അപ്പം ഇത് ഇലാസ്റ്റിക് തിയറീനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ്. അപ്പോൾ ഇതിലുള്ള അസംഷൻ എന്ന് പറയുന്നത് സ്റ്റീലും കോൺക്രീറ്റും ഇലാസ്റ്റിക്കാണ്, അതുപോലെ തന്നെ അത് ഹൂക്സ് ലോ ഒബേ ചെയ്യുന്നുള്ള രീതിയിലാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള സ്ട്രെസ്സ്, അതായത് ഇതിന് പെർമിസിബിളായിട്ടുള്ള ആ ഒരു മെറ്റീരിയലിൻ്റെ സ്ട്രെസ്സ് ഇതിൽ കൺസിഡർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇലാസ്റ്റിക് ലിമിറ്റിൻ്റെ അകത്ത് വരുന്ന സ്ട്രെസ്സാണ് ഇതിൻ്റെ അകത്ത് പെർമിസിബിൾ സ്ട്രെസ്സായിട്ട് കൺസിഡർ ചെയ്യുക. അതായത് ഇതിൻ്റെ പ്ലാസ്റ്റിക് സ്റ്റേറ്റിലേക്ക് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ലിമിറ്റിലേക്കുള്ള ആ ഒരു പോർഷൻസ് ഒന്നും ഇതിൻ്റെ അകത്ത് കൺസിഡർ ചെയ്യുന്നില്ല. ഇലാസ്റ്റിക് ലിമിറ്റിൻ്റെ അകത്ത് വരുന്ന ആ ഒരു സ്ട്രെസ്സസ് മാത്രമേ ഇതിൻ്റെ അകത്ത് കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതായത് ഇതിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്ട്രെസ്സ് ഇലാസ്റ്റിക് ലിമിറ്റിൻ്റെ അകത്താണ് വരിക എന്നുള്ളതാണ് അസ്യൂം ചെയ്യുന്നത്. Okay, it is based on elastic theory and assumes that both steel and concrete are elastic and obeys Hooke's law. അപ്പോൾ ശരിക്കും സ്റ്റീൽ ഇലാസ്റ്റിക് വരുന്നുണ്ട് അല്ലേ, ഇലാസ്റ്റിക് ആണ് ഒരു ലിമിറ്റ് വരെ, നമ്മൾ ഓൾറെഡി അതിൻ്റെ പഠിച്ചതാണ്. പക്ഷേ കോൺക്രീറ്റിൻ്റെ കേസ് ചെറിയ ലോഡ് വരുമ്പം പോലും അത് ഇലാസ്റ്റിക് അല്ല, അല്ലെങ്കിൽ ചെറിയ സ്ട്രെസ്സിൽ പോലും അത് ഇലാസ്റ്റിക് അല്ല കോൺക്രീറ്റിൻ്റെ കേസ്. ഓക്കെ, കോൺക്രീറ്റ് ഇലാസ്റ്റിക് അല്ല. The basis of this method is that permissible stresses are not exceeded anywhere in the structure when it is subjected to burst combination of working loads. അപ്പോൾ ഈ ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത്, അതായത് ആ ഒരു മെറ്റീരിയലിൻ്റെ അകത്ത് ലോഡ് ആക്ട് ചെയ്യുമ്പം ഒരു കാരണവശാലും അതിന് പെർമിറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സ്ട്രെസ് എക്സീഡ് ചെയ്യില്ല എന്നുള്ളതാണ്. ഓക്കെ, അതായത് ആ ലോഡ് വരുമ്പം ഒരിക്കലും ആ മെറ്റീരിയലിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സ് അതിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്ട്രെസ്സിനേക്കാളും കൂടുതലാവില്ല എന്നുള്ളതാണ്. റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മീൻസ് പെർമിസിബിൾ സ്ട്രെസ്സിനേക്കാളും കൂടുതലാവില്ല. ഇവിടെ പെർമിസിബിൾ സ്ട്രെസ് എന്നുള്ള കൺസെപ്റ്റ് വേറെയാണ്, അതിലേക്ക് ഞാൻ വരാം. ദ ബേസിസ് ഓഫ് ദിസ് മെത്തേഡ് ഈസ് ദാറ്റ് പെർമിസിബിൾ സ്ട്രെസ്സസ് ആർ നോട്ട് എക്സീഡഡ്. അതായത് അതിൽ പെർമിസിബിൾ ആയിട്ടുള്ള ആ സ്ട്രെസ്സ് ആ ഒരു സ്ട്രക്ചറിൻ്റെ ക്രോസ് സെക്ഷനിൽ എവിടെയും എക്സീഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ബേസിസ്. ഓക്കെ, exceeded anywhere in the structure when it is subjected to worst combination of working loads. worst combination of working loads എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഏതൊക്കെ ലോഡ് വരുന്നുണ്ടോ, ഡെഡ് ലോഡ് വരുന്നുണ്ടോ, ലൈവ് ലോഡ് വരുന്നുണ്ടോ, അങ്ങനെ ഏതൊക്കെ ടൈപ്പ് ലോഡ് വരുന്നുണ്ടോ ആ ലോഡിൻ്റെയൊക്കെ കോമ്പിനേഷൻ. ഇപ്പം ഡെഡ് ലോഡ് മാത്രം കൺസിഡർ ചെയ്തിട്ടല്ല, അതുപോലെ ലൈവ് ലോഡ് മാത്രം കൺസിഡർ ചെയ്തിട്ടല്ല, ഏതൊക്കെ ടൈപ്പ് ലോഡാണോ വരുന്നത് അതിൻ്റെ എല്ലാം കോമ്പിനേഷനിൽ, അതാണ് അതിൽ വരാവുന്ന ഏറ്റവും വേസ്റ്റ്, എല്ലാം കൂടി ഒന്നിച്ച് കൺസിഡർ ചെയ്യുമ്പോൾ. ഓക്കെ, ലൈവ് ലോഡ് ആണെങ്കിൽ എല്ലാ സമയത്തും ഒരുപോലെ ആയിരിക്കില്ല. ഇപ്പോൾ ഒരു സ്ഥലത്താണെങ്കിൽ ചിലപ്പോൾ ആൾക്കാർ വരും, ചില സമയത്ത് ആൾക്കാരുണ്ടാവില്ല, ചിലപ്പം വരുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വരും. അപ്പോൾ അതിൽ വരാവുന്ന ഏറ്റവും മാക്സിമം ലൈവ് ലോഡും ഡെഡ് ലോഡും കൺസിഡർ ചെയ്തിട്ട്, ഡെഡ് ലോഡ് ഓൾറെഡി അതിൻ്റെ ഓൺ വെയിറ്റ് ആണ്, ലൈവ് ലോഡ് വരാവുന്ന മാക്സിമം ലോഡ് കൺസിഡർ ചെയ്യുന്ന കേസിൽ ഒരിക്കലും അതിന് പെർമിസിബിളായിട്ടുള്ള ആ ഒരു സ്ട്രെസ്സിനെ എക്സീഡ് ചെയ്യില്ല എന്നുള്ളതാണ്. ആ ഒരു സ്ട്രക്ചറിൻ്റെ ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആ സ്ട്രക്ചറിൽ എവിടെയും ഈ ലോഡ് ആക്ട് ചെയ്യുമ്പം, അതായത് വേസ്റ്റ് കോമ്പിനേഷൻ ഓഫ് ലോഡ് ആക്ട് ചെയ്യുമ്പോൾ അതിന് പെർമിസിബിൾ ആയിട്ടുള്ള സ്ട്രെസ് എവിടെയും എക്സീഡ് ആവില്ല എന്നുള്ളതാണ് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൻ്റെ ആ ഒരു കൺസെപ്റ്റ്. ഇൻ ദിസ് മെത്തേഡ് ദ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ആൻഡ് yield സ്ട്രെങ്ത് ഓർ 0.2% പ്രൂഫ് സ്ട്രെസ്. ഈ മെത്തേഡിൽ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ്, ഓക്കെ, അതായത് കോൺക്രീറ്റിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ട് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ മാക്സിമം, അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയാം. ഓക്കെ, ദ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ആൻഡ് yield സ്ട്രെങ്ത്, അതായത് സ്റ്റീലിൻ്റെ കേസിൽ yield സ്ട്രെങ്ത്. ഓക്കെ, അല്ലെങ്കിൽ 0.2% പ്രൂഫ് സ്ട്രെസ് ഓഫ് സ്റ്റീൽ. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു, അതായത് നമുക്ക് സ്ട്രെസ് സ്ട്രെയിൻ കേർവെന്ന് തന്നെ ആ yield സ്ട്രെസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ 0.2% പ്രൂഫ് സ്ട്രെസ് ആണ് എടുക്കാറ് അല്ലേ, yield സ്ട്രെസ് ആയിട്ട്. അപ്പം ഇൻ ദിസ് മെത്തേഡ് ദ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ആൻഡ് yield സ്ട്രെങ്ത് ഓർ 0.2% പ്രൂഫ് സ്ട്രെസ് ഓഫ് സ്റ്റീൽ ആർ ഡിവൈഡഡ് ബൈ ഫാക്ടേഴ്സ് ഓഫ് സേഫ്റ്റി ടു ഒബ്റ്റെയിൻ പെർമിസിബിൾ സ്ട്രെസ്സസ്. അപ്പോൾ ഇതിന് അൾട്ടിമേറ്റ് സ്ട്രെങ്ത് കോൺക്രീറ്റിൻ്റെ അത് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് നമുക്ക് പറയാം.
അതേപോലെ തന്നെ സ്റ്റീലിൻ്റെ കേസിൽ വരുമ്പോൾ ഈൽഡ് സ്ട്രെങ്ത് ആണ്. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെർമിസിബിൾ സ്ട്രെസ്, ഇതിൽ പെർമിസിബിൾ ആയിട്ടുള്ള ആ സ്ട്രെസ് എത്രയാണെന്നുള്ളത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് അല്ലെങ്കിൽ ആ ഈൽഡ് സ്ട്രെങ്ത്തിനെ ഒരു പർട്ടിക്കുലർ ഫാക്ടർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 20 Nm/mm² ആണ് കോൺക്രീറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് എങ്കിൽ അതിന് പെർമിസിബിൾ ആയിട്ടുള്ള അതിലേക്ക് അലോ ചെയ്യാൻ പറ്റുന്ന മാക്സിമം സ്ട്രെസ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ വെച്ച് ഡിവൈഡ് ചെയ്യും. ഓക്കെ, അതായത് 20 ആണെങ്കിൽ ഇപ്പം ബെൻഡിങ് വരുന്ന കേസാണെങ്കിൽ 3 ആണ് അതിൻ്റെ ഫാക്ടർ ഓഫ് സേഫ്റ്റി. അപ്പോൾ 20/3 ചെയ്യും. 20/3 ചെയ്യുമ്പോൾ 6 ആവുക. അപ്പോൾ 6 Nm/mm² ആണ് അതിൽ പെർമിസിബിൾ ആയിട്ടുള്ള സ്ട്രെസ് എന്നുള്ള രീതിയിലാണ് ഡിസൈൻ വരിക. അപ്പോൾ ലോഡ് ആക്ട് ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് പോലും ആ 6 എന്ന് പറയുന്ന സ്ട്രെസ്സിനേക്കാളും കൂടില്ല കോൺക്രീറ്റിൻ്റെ കേസിൽ. അതേപോലെ തന്നെ സ്റ്റീലിനെ എന്ത് ചെയ്യും, സ്റ്റീലിൻ്റെ ആ 0.2% പ്രൂഫ് സ്ട്രെസ് അല്ലെങ്കിൽ ഈൽഡ് സ്ട്രെങ്ത്തിനെയും ഒരു ഫാക്ടർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് പെർമിസിബിൾ സ്ട്രെസ്സസ് എടുക്കും. ഇപ്പം മൈൽഡ് സ്റ്റീലിൻ്റെ ഈൽഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 250 Nm/mm² ആണ് അല്ലേ. നമ്മൾ ആ ഒരു ടേബിളിൻ്റെ അകത്ത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു 250 Nm/mm² ആണ്. അപ്പോൾ ആ 250 Nm/mm² ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റി, അതായത് സ്റ്റീലിൻ്റെ കേസിൽ 1.78 ആണ്. അപ്പോൾ 250/1.78 ചെയ്യും. ആ വാല്യൂവിനേക്കാളും ഒരിക്കലും ആ ലോഡ് ആക്ട് ചെയ്യുമ്പം ആ സ്റ്റീലിൽ സ്ട്രെസ്സ് കൂടാതെ ആയിരിക്കും നമ്മൾ ഡിസൈൻ ചെയ്യുന്നുണ്ടാവുക ഈ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ. ഓക്കെ, these factors of safety are taken into account considering the uncertainties in manufacturing of this material. അപ്പോൾ ഈ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്തിനാണ് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മെറ്റീരിയൽ മാനുഫാക്ചർ ചെയ്യുമ്പം ഒരുപാട് പ്രശ്നങ്ങൾ ചിലപ്പം വരാം. അതായത് ഇപ്പം M20 കോൺക്രീറ്റിൻ്റെ നമ്മൾ മാനുഫാക്ചർ ചെയ്തിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്തെല്ലാം കണ്ടുപിടിച്ച് നമുക്ക് കോഡിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ സൈറ്റിൽ നിന്നായിരിക്കില്ല അല്ല, അത് ഫാക്ടറീസ് നിന്നായിരിക്കും. അതായത് വെൽ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു എൻവയൺമെൻറ്റിൽ നിന്നായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പം പെർഫെക്റ്റായിട്ട് ആ കോൺക്രീറ്റിന് മാക്സിമം സ്ട്രെങ്ത് കിട്ടാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ആ ഒരു ചെയ്യുന്ന ഫാക്ടറിയിൽ അത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യുന്ന ആ ഒരു ലാബിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. പക്ഷേ നമ്മളിപ്പോൾ കോൺക്രീറ്റൊക്കെ കാസ്റ്റ് ചെയ്യുന്നത് സൈറ്റിൽ നിന്നാണ്. അപ്പോൾ സൈറ്റിലെ ക്ലൈമറ്റിക് കണ്ടീഷൻസ്, അതുപോലെ തന്നെ അവിടെ പണി ചെയ്യുന്ന പണിക്കാരെ ബേസ് ചെയ്യാം. അതുപോലെ പല റീസൺസ് കൊണ്ട് ആ കോൺക്രീറ്റിന് M20 ആണ് നമ്മളിപ്പോൾ, അതായത് 1:1.5:3 എന്ന് പറയുന്ന റേഷ്യോയിൽ നമ്മൾ കാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 20 Nm/mm² അവിടെ ആ ഒരു പർട്ടിക്കുലർ കോൺക്രീറ്റിന് സ്ട്രെങ്ത് വരണം എന്നില്ല. പല റീസൺസ് കൊണ്ട് മെറ്റീരിയലിൻ്റെ ക്വാളിറ്റീൻ്റെ കുറവാവാം, അല്ലെങ്കിൽ ഈ പണി ചെയ്യുന്ന ആ വർക്കേഴ്സിൻ്റെ പ്രോബ്ലംസ് ആവാം, അവർക്ക് ശരിക്കും ചെയ്യാത്തത് കൊണ്ടാവാം. അതായത് കോമ്പാക്ഷൻ മിക്സിംഗ് ഒക്കെ ശരിക്കും ചെയ്തില്ലെങ്കിലൊക്കെ അത് സ്ട്രെങ്ത്തിനെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ആ 20 Nm/mm² എത്തണമെന്നില്ല. അപ്പോൾ ആ ഒരു കാര്യം കൺസിഡർ ചെയ്ത്, അതായത് ഇപ്പോൾ നമ്മൾ 20 Nm/mm² പെർമിസിബിൾ ആയിട്ടുള്ള സ്ട്രെസ് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ശരിക്കും നമ്മൾ മാനുഫാക്ചർ ചെയ്തിട്ട് ആ 20 Nm/mm² അതിൻ്റെ സ്ട്രെങ്ത് കിട്ടിയില്ല. ഇപ്പോൾ ഒരു 10 കിട്ടിയുള്ളൂ എങ്കിൽ 20 ആക്ട് ചെയ്യുമ്പോൾ ലോഡ് മുഖേന ആ 20 വന്നു കഴിഞ്ഞാൽ ആ സ്ട്രക്ചർ അവിടെ ഫെയിലാവും. അപ്പോൾ അങ്ങനെ ഒരു കാര്യം, അതായത് ഇത്രയും ഒരു സ്ട്രെങ്ത് ശരിക്കും ആക്ച്വലി ചെയ്യുമ്പം വരാൻ സാധ്യതയില്ല. എന്തെങ്കിലും ഫാക്ടേഴ്സ് അതിനെ അതിൻ്റെ ആ ഒരു പർട്ടിക്കുലർ കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത്തിനെ കുറയ്ക്കാം എന്നുള്ള ഒരു കൺസിഡറേഷൻ മുൻകൂട്ടി കണ്ടിട്ടാണ് ഈ ഫാക്ടർ ഓഫ് സേഫ്റ്റി മെറ്റീരിയൽസിലേക്ക് കൊടുക്കുന്നത്. അതേപോലെ തന്നെ സ്റ്റീലിൻ്റെ കേസും അതിൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം വരാം, മാനുഫാക്ചർ ചെയ്തതിൽ എന്തെങ്കിലും വ്യത്യാസം വരാം. അപ്പം അങ്ങനെയുള്ള ക്രൈറ്റീരിയാസൊക്കെ കൺസിഡർ ചെയ്തിട്ട്, അതായത് നമ്മൾ മുൻകൂട്ടി വരും എന്ന് പ്രതീക്ഷിക്കുന്ന ആ ഒരു സ്ട്രെങ്ത്ത് ചിലപ്പോൾ എന്തെങ്കിലും കാരണവശാൽ അത് വരാതെ ഇരുന്ന് കഴിഞ്ഞാൽ സ്ട്രക്ചർ അവിടെ ഫെയിലാവും. ഓക്കെ, അപ്പോൾ മാക്സിമം ഇതിൽ വരുന്ന അൾട്ടിമേറ്റ് സ്ട്രെങ്ത്തോ അല്ലെങ്കിൽ ഈൽഡ് സ്ട്രെങ്ത്തോ വെച്ച് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും കാരണവശാൽ ആ ഒരു കോൺക്രീറ്റിനോ അല്ലെങ്കിൽ സ്റ്റീലിനോ ആ പറഞ്ഞിരിക്കുന്ന അൾട്ടിമേറ്റ് സ്ട്രെങ്ത്ത് അല്ലെങ്കിൽ ആ ഈൽഡ് സ്ട്രെങ്ത്ത് എത്താൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അവിടെ സ്ട്രക്ചർ ഫെയിലാവും. അതുകൊണ്ട് തന്നെ എത്രയാണോ ആ ഒരു പർട്ടിക്കുലർ കോൺക്രീറ്റിൻ്റെ അൾട്ടിമേറ്റ് സ്ട്രെങ്ത്ത് അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ഈൽഡ് സ്ട്രെങ്ത്ത് ആ വാല്യൂവിനേക്കാളും കുറഞ്ഞൊരു വാല്യൂ എടുക്കും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും, നമ്മൾ ഈ മാക്സിമം വാല്യൂസിനെ ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റി വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക ചെയ്യുന്നത്. Okay, these factors of safety are taken into account considering the uncertainties in manufacturing of these materials. A factor of safety of 3 is to be used for bending compressive stresses, 4 for direct compressive stresses in concrete,
ആൻഡ് 1.78 ഫോർ ഈൽഡ് സ്ട്രെങ്ത് ഓഫ് സ്റ്റീൽ. അപ്പോൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി ബെൻഡിങ് വരുന്ന കേസിൽ കോൺക്രീറ്റിൽ യൂസ് ചെയ്യുന്നത് 3 ആണ്. ഡയറക്റ്റ് കംപ്രസീവ് സ്ട്രെസ് വരുന്ന കേസിൽ 4 ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈൽഡ് സ്ട്രെങ്ത്തിൻ്റെ സ്റ്റീലിൻ്റെ കേസിൽ 1.78 ആണ് ഫാക്ടർ ഓഫ് സേഫ്റ്റി ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് ടോട്ടൽ അതിന് ഇപ്പം കോൺക്രീറ്റിൻ്റെ കേസാണെങ്കിൽ ആ ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത്തിനെ ബെൻഡിങ് വരുന്ന കേസ്, അതായത് ബീമൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ഡിവൈഡഡ് ബൈ 3 ചെയ്യും. ഓക്കെ, അതേപോലെ പെർമിസിബിൾ സ്ട്രെസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഈ കോളംസ് ഒക്കെ ആണെങ്കിൽ അതിൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി 4 കൺസിഡർ ചെയ്യും. ആ ടോട്ടൽ വരുന്ന ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത്തിനെ ഡിവൈഡ് ബൈ 4 ചെയ്യും. അതുപോലെ തന്നെ ഈൽഡ് സ്ട്രെങ്ത്തിൻ്റെ കേസാണെങ്കിൽ, സ്റ്റീലിൻ്റെ കേസാണെങ്കിൽ ആ മാക്സിമം വരുന്ന ആ ഈൽഡ് സ്ട്രെങ്ത്തിനെ 1.78 എന്ന് പറയുന്ന ഫാക്ടർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഡ്രോബാക്സ് ഓഫ് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ്. ഇറ്റ് അസ്യൂംസ് ദാറ്റ് കോൺക്രീറ്റ് ഈസ് ഇലാസ്റ്റിക്, which is not true, as the concrete behaves inelastically even on low level of stresses. ഓക്കെ, ഇതിൻ്റെ അസംഷൻ മുന്നേ പറഞ്ഞിരുന്നു, സ്റ്റീലും കോൺക്രീറ്റും ഇലാസ്റ്റിക്കാണെന്നാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത് അല്ലേ. പക്ഷേ സ്റ്റീല് നമുക്കറിയാം, മൈൽ സ്റ്റീല് നമ്മളതിൻ്റെ വരച്ചിട്ടുള്ളതാണ് MOSൽ. അപ്പോൾ സ്റ്റീൽ ഒരു ലിമിറ്റ് വരെ ഇലാസ്റ്റിക്കാണ്, അത് ലീനിയർ ആയിട്ടാണ് അതിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് വേരി ചെയ്യുന്നത് അല്ലേ. പക്ഷേ കോൺക്രീറ്റിൻ്റെ കേസ് എടുക്കുമ്പോൾ കോൺക്രീറ്റ് ഇലാസ്റ്റിക് അല്ല. ഒരു വളരെ ചെറിയ സ്ട്രെസ്സിൽ പോലും കോൺക്രീറ്റ് ആക്ച്വലി ഇലാസ്റ്റിക് അല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ആ ഒരു അസംഷൻ തെറ്റാണ്. നമ്മൾ കോൺക്രീറ്റ് ഇലാസ്റ്റിക്കാന്ന് പറഞ്ഞ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഇതിൻ്റെ ഡിസൈനിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു തെറ്റായിട്ടുള്ള ഒരു അസംഷനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ ഡിസൈൻ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ വന്നിട്ടുള്ളത്. ഓക്കെ, ഇറ്റ് അസ്യൂംസ് ദാറ്റ് കോൺക്രീറ്റ് ഈസ് ഇലാസ്റ്റിക്, വിച്ച് ഈസ് നോട്ട് ട്രൂ, ആസ് ദ concrete behaves inelastically even on low level of stresses. It uses factor of safety for stresses only and not for loads. അപ്പോൾ ഇതിൽ നമ്മൾ ലോഡ്സിന് ഒരു കൺസിഡറേഷനും കൊടുത്തിട്ടില്ല. അതായത് ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് വരാൻ പോകുന്ന ലോഡ് ഇന്നതാണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കാൽക്കുലേഷൻ അതിൽ കൂടുതൽ ലോഡ് വരുന്നുള്ളൊരു കൺസിഡറേഷനെ നമ്മൾ ഇതിൻ്റെ അകത്ത് കൊടുക്കുന്നില്ല. അതിൽ കൂടുതൽ ചിലപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് വരാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ലോഡ് കൂടുതൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു കൺസിഡറേഷനും നമ്മളവിടെ കൊടുക്കുന്നില്ല ലോഡ്സിൻ്റെ കേസിൽ. ഇപ്പോൾ ലോഡ് ശരിക്കും ആക്ച്വലി ഒരു ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 50 കിലോ ന്യൂട്ടനാണ് വരുന്നതെങ്കിൽ ആ 50 കിലോ ന്യൂട്ടൺ തന്നെ വെച്ച് ഇതാണ് ചെയ്യുന്നത്. ഇപ്പോൾ എന്തെങ്കിലും കാരണം വെച്ചാൽ കാൽക്കുലേഷനിലെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടാണ് 50 കിട്ടിയതെങ്കിൽ ശരിക്കും ആ 50 ആയിരിക്കില്ല അവിടെ വരുന്നത് അല്ലേ. അപ്പോൾ അതിൽ കൂടുതൽ ലോഡ് വന്നു കഴിഞ്ഞാൽ അവിടെ ഫെയിൽ ആവും. അപ്പം ഈ ലോഡിൻ്റെ കേസിൽ ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റിയും കൺസിഡർ ചെയ്യുന്നില്ല. ആ മെറ്റീരിയൽസിൽ മാനുഫാക്ചർ ചെയ്യുമ്പോഴുള്ള ആ ഒരു വ്യത്യാസം മാത്രമേ, മെറ്റീരിയൽസിൽ മാത്രമേ ഫാക്ടർ ഓഫ് സേഫ്റ്റി വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അതൊരു പ്രോബ്ലമാണ്. ലോഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ശരിക്കും വരുന്നതിനേക്കാളും കുറവാണ് കിട്ടിയതെങ്കിൽ അത് വെച്ചിട്ട് തന്നെയാണ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പം കൂടുതൽ ലോഡ് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു പ്രോബ്ലം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. It uses factor of safety for stresses only and not for loads. Hence, this method does not give true margin of safety with respect to loads because we do not know the failure load. അപ്പോൾ എത്ര ലോഡ് വരെയാണ് ഇതിന് പെർമിറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇതിൽ വരുന്നില്ല. എത്ര ലോഡ് വരികയാണ്, കാരണം ലോഡിൻ്റെ കേസിൽ നമ്മളൊന്നും എടുക്കുന്നില്ല. ശരിക്കും അതിൽ എത്രയാണോ ലോഡ് വരുന്നത് അത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പം ഇതിനേക്കാളും എത്ര അധികം ലോഡ് വന്നാൽ ഇത് റെസിസ്റ്റ് ചെയ്യുന്നുള്ളതിന് നമുക്കൊരു ഉറപ്പും പറയാൻ പറ്റില്ല. ഓക്കെ, ഹെൻസ് ദിസ് മെത്തേഡ് ഡസ് നോട്ട് ഗിവ് ട്രൂ മാർജിൻ ഓഫ് സേഫ്റ്റി വിത്ത് റെസ്പെക്ട് ടു ലോഡ്സ് ബിക്കോസ് വി ഡു നോട്ട് നോ ദ ഫെയിലിയർ ലോഡ്. ഓൾസോ ദർ ഈസ് നോ പ്രൊവിഷൻ ഫോർ ദ അൺസർട്ടനിറ്റീസ് അസോസിയേറ്റഡ് വിത്ത് ദ എസ്റ്റിമേഷൻ ഓഫ് ലോഡ്സ്. അതാണ് ഞാൻ മുന്നമേ പറഞ്ഞത്. അപ്പം ഇതിൽ എന്തെങ്കിലും കാൽക്കുലേഷനിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ ഒരു മെത്തേഡിൽ ഒരു പ്രൊവിഷനും ഇല്ല അതിനെ കോപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആ വന്നിട്ടുള്ള പ്രശ്നത്തിനെ മറയ്ക്കാനായിട്ടുള്ള ഒരു പ്രൊവിഷനും ഈ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ ഇല്ല. ഇറ്റ് ഡസ് നോട്ട് അക്കൗണ്ട് ഫോർ ഷ്രിങ്കേജ് ആൻഡ് ക്രീപ്പ് വിച്ച് ആർ ടൈം ഡിപ്പെൻഡൻറ്റ് ആൻഡ് പ്ലാസ്റ്റിക് ഇൻ നേച്ചർ. അപ്പോൾ ഇതിൽ ഷ്രിങ്കേജും ക്രീപ്പും അങ്ങനെയുള്ള ക്രൈറ്റീരിയാസ് ഒന്നും ഇതിൻ്റെ അകത്ത് കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഷ്രിങ്കേജിൻ്റെ ക്രീപ്പിൻ്റെ പ്രത്യേകത എന്താ? അത് ടൈം ഡിപ്പെൻഡൻ്റാണ് അല്ലേ, അത് പിന്നീട് ഡെവലപ്പ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക്കാണ്. അതായത് ആ ഒരു സ്ട്രെയിൻ സംഭവിച്ചു കഴിഞ്ഞാൽ തിരിച്ച് പഴയ പൊസിഷനിലേക്ക് അത് പോകുന്നില്ല.
അല്ലേ? അതായത് ഇപ്പോൾ ശ്രിങ്കേജ് ആണെങ്കിലും ക്രീപ്പ് ആണെങ്കിലും സ്ട്രെയിൻ ആണ് അല്ലേ? ശ്രിങ്കേജും ക്രീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെയിനാണ്. അപ്പോൾ ഇത് ഹാപ്പൻ ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് പഴയ പൊസിഷനിലേക്ക് ഒരിക്കലും പോവാത്ത ടൈപ്പ് സ്ട്രെയിനാണ്, അതായത് പ്ലാസ്റ്റിക് നേച്ചറിലുള്ള സ്ട്രെയിനാണത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന സ്ട്രെയിനിനെയൊന്നും ഇത് കൺസിഡർ ചെയ്യുന്നില്ല, വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ കൺസിഡർ ചെയ്യുന്നില്ല. ഡസ് നോട്ട് അക്കൗണ്ട് ഫോർ ശ്രിങ്കേജ് ആൻഡ് ക്രീപ്പ് വിച്ച് ആർ ടൈം ഡിപ്പെൻഡൻറ്റ് ആൻഡ് പ്ലാസ്റ്റിക് ഇൻ നേച്ചർ. അതായത് ഇലാസ്റ്റിക് ലിമിറ്റിൻ്റെ അകത്ത് മാത്രമേ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് നിൽക്കുന്നുള്ളൂ. ഓക്കെ, പ്ലാസ്റ്റിക് നേച്ചറിലേക്ക് അത് പോകുന്നില്ല. ഓക്കെ, ആ സ്ട്രെസ് സ്ട്രെയിൻ കർവിൻ്റെ പ്ലാസ്റ്റിക് പോർഷനിലേക്ക് അത് പോകുന്നില്ല. ദിസ് മെത്തേഡ് ഗീവ്സ് അൺഎക്കണോമിക്കൽ സെക്ഷൻസ്. അൺഎക്കണോമിക്കലായിട്ടുള്ള സെക്ഷൻ, വലിയ സൈസുള്ള സെക്ഷൻസ് ആണ് നമുക്കിതിൻ്റെ അകത്ത് കിട്ടുക. ഓക്കെ, വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ ചെയ്യുമ്പോൾ നിങ്ങൾ ഇന്നലെ കണ്ട വീഡിയോയിൽ നിങ്ങൾക്ക് ആ ഒരു സാർ എക്സ്പ്ലെയിൻ ചെയ്തത് നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും. അതായത് ഇപ്പം ഇലാസ്റ്റിക് ലിമിറ്റ് അകത്ത് വരുന്ന ഒരു സ്ട്രെസ്സാണ് അതിൽ വരാവുന്ന സ്ട്രെസ് അല്ലേ, പെർമിസിബിളായിട്ടുള്ള സ്ട്രെസ്. അപ്പം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരുന്ന ടോട്ടൽ ലോഡിനെ ഡിവൈഡ് ബൈ ആ സ്ട്രെസ്സാണ് ചെയ്യുക. അപ്പോൾ ആ സ്ട്രെസ് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ വാല്യൂ ആയിരിക്കും. കാരണം ഇതിൻ്റെ ഇലാസ്റ്റിക് ലിമിറ്റിൻ്റെ അപ്പുറത്തേക്കുള്ള പ്ലാസ്റ്റിക് സ്റ്റേറ്റ് ഒന്നും കൺസിഡർ ചെയ്യാത്തത് കൊണ്ട് തന്നെ ആ ഇലാസ്റ്റിക് ലിമിറ്റിൻ്റെ അകത്ത് വരുന്നത് കൊണ്ട് ഇതിൻ്റെ സ്ട്രെസ്സ് വളരെ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ കുറവുള്ള സ്ട്രെസ്സ് വെച്ചിട്ട് ആ ലോഡിനെ ഡിവൈഡ് ചെയ്യുമ്പം ലോഡ് ബൈ സ്ട്രെസ്സാണ് ഏരിയ, ക്രോസ് സെക്ഷൽ ഏരിയ എന്ന് പറയുമ്പം ആ സ്ട്രെസ്സിൻ്റെ വാല്യൂ വളരെ കുറവാണെങ്കിൽ, ആ ഒരു മെറ്റീരിയലിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്ട്രെസ്സ് കൺസിഡർ ചെയ്യുന്നത് വളരെ കുറവാണെങ്കിൽ അവിടെ വരുന്ന സെക്ഷൻ എന്തായിരിക്കും? കൂടുതലായിരിക്കും അല്ലേ? വലിയ സെക്ഷനാണ് നമുക്കവിടെ കിട്ടുക. അപ്പോൾ ദിസ് മെത്തേഡ് ഗീവ്സ് അൺഎക്കണോമിക്കൽ സെക്ഷൻസ്. അപ്പോൾ അൺഎക്കണോമിക്കലായിട്ടുള്ള സെക്ഷൻസ് ആണ് ഈ മെത്തേഡിൽ കിട്ടുക. ഇറ്റ് പേയ്സ് നോ അറ്റൻഷൻ ടു ദ കണ്ടീഷൻസ് ദാറ്റ് അറൈസ് അറ്റ് ദ ടൈം ഓഫ് കൊലാപ്സ്. വേറെ ഒരു കണ്ടീഷനും ഇത് കൺസിഡർ ചെയ്യുന്നില്ല. അതായത് ക്രാക്ക് ഫോം ചെയ്യുന്ന കാര്യങ്ങളോ ബെൻഡിങ് വരുന്ന കാര്യങ്ങളോ അങ്ങനെയുള്ള ഒരു കാര്യവും ഇതിൻ്റെ അകത്ത് കൺസിഡർ ചെയ്യുന്നില്ല. കാരണം അതിൻ്റെ ആവശ്യം ഈ ഒരു മെത്തേഡിൽ വരുന്നില്ല. കാരണം വലിയ സൈസൊക്കെ ആവുമ്പോൾ അതിൽ ക്രാക്കും അതുപോലെ തന്നെ ബെൻഡിങ് ഒക്കെ വരാനുള്ള ചാൻസ് കുറവാണ് കമ്പാരിറ്റീവ്ലി. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ക്രൈറ്റീരിയാസെ ഇവർ ഈ ഒരു വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിനെ പറ്റി ഒരു ഐഡിയ ആയല്ലോ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് മെത്തേഡ് ലോഡ് ഫാക്ടർ മെത്തേഡ് ഓർ അൾട്ടിമേറ്റ് ലോഡ് മെത്തേഡ്. ഡിസൈൻ ഫിലോസഫിയിലുള്ള രണ്ടാമത്തെ മെത്തേഡാണിത്. ഓക്കെ, അപ്പം ഈ ഒരു മെത്തേഡ് ഇവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിലുള്ള ചില പ്രോബ്ലംസ് ഒക്കെ പരിഹരിച്ചുകൊണ്ടാണ്. എന്നാലും ഈ ഒരു മെത്തേഡ് പെർഫെക്റ്റ് അല്ല, അതിലും പ്രോബ്ലംസ് ഉണ്ട്. നമുക്ക് നോക്കാം. ഇൻ ദിസ് മെത്തേഡ് അൾട്ടിമേറ്റ് ഓർ കൊലാപ്സ് ലോഡ് ഈസ് യൂസ്ഡ് ആസ് ഡിസൈൻ ലോഡ്സ്. അപ്പോൾ ഇതിൽ ഡിസൈൻ ലോഡ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് അൾട്ടിമേറ്റ് അല്ലെങ്കിൽ കൊലാപ്സ് ലോഡാണ്. അതായത് അത് ബ്രേക്ക് ചെയ്യുന്ന ലോഡ് അല്ലെങ്കിൽ മാക്സിമം അതിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലോഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് ഇത് ഡിസൈൻ ചെയ്യുന്നത്. അതായത് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് ആണെങ്കിൽ അതിൽ ആക്ച്വലി വരാവുന്ന ലോഡ്, അതായത് വർക്കിംഗ് ലോഡ്സ് ആണ് കൺസിഡർ ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതിൽ ഡിസൈൻ ലോഡ്സ് വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഡിസൈൻ ലോഡ്സ് എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് അല്ലെങ്കിൽ കൊലാപ്സ് ലോഡ് തന്നെയാണ്. ഓക്കെ, അതിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഒരു ലോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാല്യൂ ഉണ്ട്. ഓക്കെ, ഇൻ ദിസ് മെത്തേഡ് അൾട്ടിമേറ്റ് അല്ലെങ്കിൽ കൊലാപ്സ് ലോഡ് ഈസ് യൂസ്ഡ് ആസ് ഡിസൈൻ ലോഡ്സ്. ഓക്കെ, വർക്കിംഗ് ലോഡ്സ് അല്ല, നമ്മൾ അതിനെ ഒരു ഫാക്ടർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ ലോഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദ അൾട്ടിമേറ്റ് ലോഡ്സ് ആർ ഒബ്റ്റൈൻഡ് ബൈ ഇൻക്രീസിങ് ദ വർക്കിംഗ് ഓർ സർവീസ് ലോഡ്സ് സ്യൂട്ടബിളി ബൈ സം ഫാക്ടേഴ്സ്. ഈ വർക്കിംഗ് ലോഡ്സിന് ഒരു ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ഈ അൾട്ടിമേറ്റ് ലോഡ് അല്ലെങ്കിൽ കൊലാപ്സ് ലോഡ് എന്ന് പറയുന്ന വാല്യൂവിലേക്ക് എത്തുന്നത്. അതായത് അതിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ലോഡ് ഇതാണെന്നുള്ള ഒരു കണ്ടീഷൻ നമ്മളവിടെ കണ്ടുപിടിക്കുന്നുണ്ട്. ഓക്കെ, ദ അൾട്ടിമേറ്റ് ലോഡ്സ് ആർ ഒബ്റ്റൈൻഡ് ബൈ ഇൻക്രീസിങ് ദ വർക്കിംഗ് ഓർ സർവീസ് ലോഡ് സ്യൂട്ടബിളി ബൈ സം ഫാക്ടേഴ്സ്. അപ്പോൾ ഒരു ഫാക്ടർ വെച്ച് ഇത് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ്, അതായത് വർക്കിംഗ് ലോഡ്സിന് ശരിക്കും ഇതിൽ വരാവുന്ന ലോഡിനെ ഒരു ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഈ അൾട്ടിമേറ്റ് ലോഡ്സ് അല്ലെങ്കിൽ ഈ കൊലാപ്സ് ലോഡ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ലോഡ് കാൽക്കുലേഷനിലൊക്കെ എന്തെങ്കിലും പ്രോബ്ലംസ് വന്നാൽ തന്നെ നമ്മൾ ഒരു ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നത് കൊണ്ട് ഒരു പരിധി വരെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തതിനേക്കാൾ ലോഡ് കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഇത് റെസിസ്റ്റ് ചെയ്തോളും. അതായത് ഇപ്പോൾ എന്തെങ്കിലും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ലോഡിനേക്കാളും എന്തെങ്കിലും കാരണവശാൽ കുറച്ച് ലോഡ് കൂടുതൽ വന്നു കഴിഞ്ഞാലും ഈ ഒരു മെത്തേഡിൽ അത് റെസിസ്റ്റ് ചെയ്തോളും. ഓക്കെ, കാരണം നമ്മൾ കൺസിഡർ ചെയ്യുന്ന ലോഡ് എന്ന് പറയുന്നത് ശരിക്കുള്ള വർക്കിംഗ് ലോഡ്സ് വെച്ചിട്ടല്ല ഡിസൈൻ ചെയ്യുന്നത്. എക്സ്ട്രാ നമ്മളൊരു ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ ലോഡിനെ അൾട്ടിമേറ്റ് അല്ലെങ്കിൽ കൊലാപ്സ് ലോഡ് ആക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസൈൻ ചെയ്യുന്നത്.
These factors which are multiplied by working loads to obtain ultimate loads are called load factors. അപ്പം ഈ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഈ ഫാക്ടറിന് പറയുന്ന പേരാണ് ലോഡ് ഫാക്ടേഴ്സ്. ഓക്കെ, ദീസ് ഫാക്ടേഴ്സ് വിച്ച് ആർ മൾട്ടിപ്ലൈഡ് ബൈ വർക്കിംഗ് ലോഡ്സ് ടു ഒപ്റ്റെയിൻ അൾട്ടിമേറ്റ് ലോഡ്സ്. അപ്പം വർക്കിംഗ് ലോഡ്സിനെ ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അൾട്ടിമേറ്റ് ലോഡ്സ് ആക്കി മാറ്റും. ആ മൾട്ടിപ്ലൈ ചെയ്യുന്ന ആ ഒരു ഫാക്ടറാണ് ലോഡ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. Okay, these load factors give the exact margin of safety in terms of loads. വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ ലോഡ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു മാർജിൻ ഓഫ് സേഫ്റ്റി ഇല്ലായിരുന്നു അല്ലേ. അതായത് ആ വർക്കിംഗ് ലോഡ്സിനേക്കാളും കൂടുതൽ ലോഡ് വന്നു കഴിഞ്ഞാൽ അവിടെ ഫെയിൽ ആവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇവിടെ ഒരു മാർജിൻ ഓഫ് സേഫ്റ്റി ഉണ്ട്. നമുക്ക് പറയാം ഇന്ന ലോഡ് വരെ, അതായത് ഈ അൾട്ടിമേറ്റ് ലോഡ് വരെ അത് റെസിസ്റ്റ് ചെയ്തോളൂ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. അതായത് ശരിക്കുള്ള വർക്കിംഗ് ലോഡിനേക്കാളും ഇത്ര ലോഡും കൂടിയും കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഇത് റെസിസ്റ്റ് ചെയ്തോളും എന്നുള്ളത് നമുക്ക് ഈ ഒരു മെത്തേഡിൽ പറയാനായിട്ട് പറ്റും. ദിസ് മെത്തേഡ് യൂസസ് ദ റിയൽ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഓഫ് കോൺക്രീറ്റ് ആൻഡ് സ്റ്റീൽ ആൻഡ് ടേക്സ് ഇൻ ടു അക്കൗണ്ട് ദ പ്ലാസ്റ്റിക് ബിഹേവിയർ ഓഫ് ദീസ് മെറ്റീരിയൽസ്. അപ്പം ഇതിൽ ഇലാസ്റ്റിക് ലിമിറ്റിൻ്റെ അകത്ത് വരുന്ന സ്ട്രെസ് സ്ട്രെയിൻ കർവ് അല്ല യൂസ് ചെയ്യുന്നത്. അതായത് സ്ട്രെസ്സും സ്റ്റീലും കോൺക്രീറ്റും ഇലാസ്റ്റിക്കാന്നുള്ള ഒരു കൺസെപ്റ്റിലല്ല ഇത് വരുന്നത്, ഈ ഒരു മെത്തേഡ് വരുന്നത്. ഇത് ഒറിജിനലി ഉള്ള സ്ട്രെസ് സ്ട്രെയിൻ കർവ് തന്നെ യൂസ് ചെയ്യും. സ്റ്റീലിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് എങ്ങനെയാണോ വരുന്നത് അത് അതുപോലെ തന്നെ യൂസ് ചെയ്യും. ഇലാസ്റ്റിക് ലിമിറ്റിൻ്റെ അകത്ത് മാത്രമല്ല കൺസിഡർ ചെയ്യുന്നത്, പ്ലാസ്റ്റിക് ബിഹേവിയറും കൂടി എന്ത് ചെയ്യും ഇതിൻ്റെ അകത്ത് കൺസിഡർ ചെയ്യും. അതുപോലെ തന്നെ കോൺക്രീറ്റിൻ്റെയും എക്സാക്റ്റ്, അതായത് ഇലാസ്റ്റിക് അല്ലാതെയുള്ള ആ ഒറിജിനൽ സ്ട്രെസ് സ്ട്രെയിൻ കർവ് തന്നെയാണ് ഈ മെത്തേഡിൽ യൂസ് ചെയ്യുന്നത്. ദിസ് മെത്തേഡ് യൂസസ് ദ റിയൽ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഓഫ് കോൺക്രീറ്റ് ആൻഡ് സ്റ്റീൽ ആൻഡ് ടേക്സ് ഇൻ ടു അക്കൗണ്ട് ദ പ്ലാസ്റ്റിക് ബിഹേവിയർ ഓഫ് ദീസ് മെറ്റീരിയൽസ്. ഓക്കെ, അപ്പോൾ ലോഡ് ഫാക്ടർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ലോഡ് ഫാക്ടർ ഈസ് ഈക്വൽ ടു കൊലാപ്സ് ലോഡ് ബൈ വർക്കിംഗ് ലോഡ്, അല്ലെങ്കിൽ വർക്കിംഗ് ലോഡ് ഈസ് ഈക്വൽ ടു കൊലാപ്സ് ലോഡ് ബൈ ലോഡ് ഫാക്ടർ, അല്ലെങ്കിൽ കൊലാപ്സ് ലോഡ് ഈസ് ഈക്വൽ ടു വർക്കിംഗ് ലോഡ് ഇൻ ടു ലോഡ് ഫാക്ടർ, അങ്ങനെ പറയാം. അപ്പോൾ ലോഡ് ഫാക്ടർ ഈസ് ഈക്വൽ ടു കൊലാപ്സ് ലോഡ് ബൈ വർക്കിംഗ് ലോഡ് എന്നുള്ളതാണ് ഇക്വേഷൻ. അഡ്വാൻറ്റേജസ്, ഈ മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദിസ് മെത്തേഡ് ഈസ് മോർ റിയലിസ്റ്റിക് ആസ് കമ്പയർഡ് ടു വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് ബിക്കോസ് അൾട്ടിമേറ്റ് ലോഡ് മെത്തേഡ് ടേക്സ് ഇൻ ടു അക്കൗണ്ട് ദ നോൺ ലീനിയർ ബിഹേവിയർ ഓഫ് കോൺക്രീറ്റ്. ഓക്കെ, അപ്പോൾ ഇത് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിനെ വെച്ച് കുറച്ചും കൂടി റിയലിസ്റ്റിക് ആണ് ഈ ഒരു മെത്തേഡ്. എന്തുകൊണ്ടാണ്? ഒറിജിനൽ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ആണ് ഈ ഒരു മെത്തേഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഡിസൈൻ്റെ ബേസിസ് എന്ന് പറയുന്നത് ഒറിജിനൽ ആയിട്ടുള്ള സ്ട്രെസ് സ്ട്രെയിൻ കർവ് ആണ്. അപ്പം ഇത് കോൺക്രീറ്റിൻ്റെ നോൺ ലീനിയർ ബിഹേവിയറും കൂടി ഇതിൻ്റെ അകത്ത് കൺസിഡർ ചെയ്യും. അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ നോൺ ലീനിയർ ബിഹേവിയർ, അതായത് പ്ലാസ്റ്റിക് ബിഹേവിയറും കൂടി എന്ത് ചെയ്യും കൺസിഡർ ചെയ്യുന്നുണ്ട്. This method gives exact margin of safety in terms of loads, unlike the working stress method, which is based on the permissible stresses which do not give any idea about the failure or collapse load. അപ്പം വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് എന്ന് പറയുന്നത് പെർമിസിബിൾ സ്ട്രെസ്സസിനെ മാത്രം ബേസ് ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ ഈ ലോഡ് ഫാക്ടർ മെത്തേഡ് എന്ന് പറയുന്നത് ഒരു എക്സാക്ട് മാർജിൻ ഓഫ് സേഫ്റ്റി, മുന്നമേ പറഞ്ഞതുപോലെ ലോഡ്സിൻ്റെ കേസിൽ ഒരു എക്സാക്റ്റ് ആയിട്ടുള്ള മാർജിൻ ഓഫ് സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കൊലാപ്സ് ലോഡ് അല്ലെങ്കിൽ ഫെയിലിയർ ലോഡ് എത്രയാണെന്നുള്ളത് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഈ ഒരു മെത്തേഡിന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ നമുക്കത് കിട്ടില്ല അല്ലേ. ഒരു പെർമിസിബിൾ സ്ട്രെസ്സസിനെ മാത്രം വെച്ചിട്ടാണ് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ ഡിസൈൻ വരുന്നത്. The sections designed by ultimate load method are thinner and require less reinforcement. Hence the method is economical as compared to working stress method. അപ്പോൾ ഇന്നലത്തെ ക്ലാസ്സിൽ നിങ്ങൾ കണ്ടിരുന്നു അല്ലേ, അതായത് ഇത് ചെയ്യുന്നത്, അതായത് ഈ മെത്തേഡിൽ ഡിസൈൻ ചെയ്യുന്നത് അൾട്ടിമേറ്റ് ലോഡ് അല്ലെങ്കിൽ അൾട്ടിമേറ്റ് സ്ട്രെസ് വെച്ചിട്ടാണ്. അപ്പോൾ ക്രോസ് സെക്ഷൻ എടുക്കുമ്പോൾ ആ ഇലാസ്റ്റിക് ലിമിറ്റിൻ്റെ അകത്തുള്ള സ്ട്രെസ് അല്ല എടുക്കുക, അതിൻ്റെ ഏറ്റവും മാക്സിമം ആയിട്ടുള്ള അൾട്ടിമേറ്റ് സ്ട്രെസ്സാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ എടുക്കുക. അപ്പോൾ ഇതിലേക്ക് വരുന്ന ലോഡ് ഡിവൈഡ് ബൈ അൾട്ടിമേറ്റ് സ്ട്രെസ് എടുത്തു കഴിഞ്ഞാൽ ഓക്കെ, അതിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് പറയുമ്പോൾ കൂടുതലാണ് സ്ട്രെസ്സ് വരുന്നത്. വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ വരുന്ന സ്ട്രെസ്സിനേക്കാളും വളരെ കൂടുതലാണ് അൾട്ടിമേറ്റ് സ്ട്രെസ്സ് വരുന്നത്. അപ്പോൾ ലോഡ് ഡിവൈഡ് ബൈ ആ സ്ട്രെസ് എടുത്തു കഴിഞ്ഞാൽ ക്രോസ് സെക്ഷൻ വളരെ കുറവാണ് വരുന്നത്. അപ്പം കോൺക്രീറ്റിൻ്റെ കേസായാലും സ്റ്റീലിൻ്റെ കേസായാലും എമൗണ്ട് ഓഫ് സ്റ്റീലും അതുപോലെ തന്നെ കോൺക്രീറ്റിൻ്റെ ക്വാണ്ടിറ്റിയും, അതായത് ക്രോസ് സെക്ഷൻ ഏരിയയും വളരെ കുറവ് മതി. അതുകൊണ്ട് തന്നെ തിന്നറായിട്ടുള്ള സെക്ഷനാണ് വരിക. വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ ലാർജ് സെക്ഷനാണ് വരുന്നതെങ്കിൽ ഇതിൽ വളരെ തിന്നായിട്ടുള്ള സെക്ഷനാണ് വരിക. ഓക്കെ, അതായത് ഒരേ ലോഡ് തന്നെ റെസിസ്റ്റ് ചെയ്യാനുള്ള സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ വലിയൊരു സ്ട്രക്ചർ വരും, പക്ഷേ അൾട്ടിമേറ്റ് ലോഡ് മെത്തേഡിൽ തിന്നായിട്ടുള്ളൊരു സെക്ഷനാണ് വരിക. ദ സെക്ഷൻസ് ഡിസൈൻഡ് ബൈ അൾട്ടിമേറ്റ് ലോഡ് മെത്തേഡ് ആർ തിന്നർ സെക്ഷൻസ് ആണ് ആൻഡ് റിക്വയർ ലെസ് റീഇൻഫോഴ്സ്മെൻറ്റ്. അപ്പം കോൺക്രീറ്റും കുറച്ച് മതി ഇതിൻ്റെ അകത്ത്, സ്റ്റീലും കുറച്ച് മതി. കാരണം
ഈ അൾട്ടിമേറ്റ് സ്ട്രെസ്സിനെ റെസിസ്റ്റ് ചെയ്യുന്നുള്ള രീതിയിലാണ് ഇതിൽ കൺസെപ്റ്റ് വരുന്നത്. ഓക്കെ, ഹെൻസ് ദ മെത്തേഡ് ഈസ് എക്കണോമിക്കൽ ആസ് കമ്പയർഡ് ടു വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ്. അപ്പോൾ സൈസ് കുറവായതുകൊണ്ട് തന്നെ ഈ രീതിയിലുള്ള ഡിസൈൻ എന്ന് പറയുന്നത് എക്കണോമിക്കലാണ്. ഓക്കെ, അതായത് പൈസ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ലാഭമാണ് ഈ ഒരു മെത്തേഡ്, അൾട്ടിമേറ്റ് ലോഡ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ അൾട്ടിമേറ്റ് ലോഡ് മെത്തേഡിനെ പറ്റിയും ഒരു ഐഡിയ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അൾട്ടിമേറ്റ് ലോഡ് മെത്തേഡിൻ്റെ ഡിസഡ്വാൻറ്റേജസ് നോക്കാം. ദിസ് മെത്തേഡ് ഗീവ്സ് വെരി തിൻ സെക്ഷൻസ് which yields to excessive deformation and cracks, thus making the structure unserviceable. അപ്പോൾ അൾട്ടിമേറ്റ് ലോഡ് മെത്തേഡിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് അൺസർവീസബിളാണ്. അതായത് അതിൻ്റെ അകത്ത് ക്രാക്സും ഡിഫ്ലക്ഷൻസൊക്കെ ബെൻഡിങ് ഒക്കെ ഒരുപാട് സംഭവിക്കും, നല്ല രീതിയിൽ തന്നെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഇത് തിൻ സെക്ഷൻസ് ആണ്. തിൻ സെക്ഷൻ ആയതുകൊണ്ട് തന്നെ ബെൻഡിങ് കൂടുതലായിട്ട് സംഭവിക്കാൻ, അതുപോലെ തന്നെ ക്രാക്സ് ഫോം ചെയ്യാനും ഡീഫോർമേഷൻ സംഭവിക്കാനൊക്കെ വളരെ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അതൊരു ഡ്രോബാക്കാണ്. പക്ഷേ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ അങ്ങനത്തെ പ്രശ്നമില്ല, അത് റെസിസ്റ്റ് ചെയ്തോളും. ഓക്കെ, അതായത് ക്രാക്സും ഡീഫോർമേഷനൊക്കെ വരാനുള്ള സാധ്യത കുറവാണ്. അതിനെ പറ്റിയുള്ള കൺസിഡറേഷനൊന്നും വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ പറയുന്നില്ല എന്നുണ്ടെങ്കിലും അതിനെ റെസിസ്റ്റ് ചെയ്തോളും വലിയ സെക്ഷൻ വരുന്നത് കൊണ്ട്. നോ ഫാക്ടർ ഓഫ് സേഫ്റ്റി ആർ യൂസ്ഡ് ഫോർ മെറ്റീരിയൽ സ്ട്രെസ്സസ്. ഇതിൻ്റെ അകത്ത് മെറ്റീരിയൽ സ്ട്രെസ്സസിന് ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റി യൂസ് ചെയ്തിട്ടില്ല. ലോഡ് മാത്രം എന്ത് ചെയ്തിട്ടുണ്ട്, അൾട്ടിമേറ്റ് ലോഡാക്കി മാറ്റിയിട്ടുണ്ടെന്ന് മാത്രം. ഫാക്ടർ ഓഫ് സേഫ്റ്റി ലോഡിൻ്റെ കേസിൽ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. മെറ്റീരിയലിൻ്റെ കേസിൽ ഒരു സ്ട്രെസ്സസും ഫാക്ടർ ഓഫ് സേഫ്റ്റിയും കൺസിഡർ ചെയ്തിട്ടില്ല മെറ്റീരിയൽ സ്ട്രെസ്സസിൻ്റെ കേസിൽ. പക്ഷേ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിലാണെങ്കിൽ മെറ്റീരിയൽ സ്ട്രെസ്സസിൻ്റെ കേസിലാണ് ഫാക്ടർ ഓഫ് സേഫ്റ്റി കൺസിഡർ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ മെത്തേഡിൽ മെറ്റീരിയൽ സ്ട്രെസ്സസിൻ്റെ കേസിൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി കൺസിഡർ ചെയ്തിട്ടില്ല. പക്ഷേ ലോഡിൻ്റെ കേസിൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ മെറ്റീരിയലിൻ്റെ കേസ് കൺസിഡർ ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് ആണ്. കാരണം ഇപ്പം ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ, മെറ്റീരിയലിൻ്റെ ആ ഒരു ക്വാളിറ്റിയിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ യാതൊരുവിധ കൺസിഡറേഷനും ഈ മെത്തേഡിൽ കൊടുക്കുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് മെത്തേഡ് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ്, തേർഡ് മെത്തേഡ്. ഇതാണ് നമ്മൾ ഇപ്പോഴും യൂസ് ചെയ്യുന്ന മെത്തേഡ്, ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡാണ്. അപ്പോൾ ഇന്നലെ നിങ്ങൾ കണ്ട ചെറിയ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ വലിയൊരു സെക്ഷനാണ് വന്നിട്ടുള്ളത് ആ രീതിയിൽ ഡിസൈൻ ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ ലോഡ് ഫാക്ടർ മെത്തേഡിൽ ഡിസൈൻ ചെയ്യുമ്പോൾ വളരെ തിന്നായിട്ടുള്ളൊരു സെക്ഷനാണ് വന്നിട്ടുള്ളത്. പക്ഷേ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിൽ ഡിസൈൻ ചെയ്യുമ്പം രണ്ടിൻ്റെയും നടുക്കാണ് വന്നിരിക്കുന്നത് അല്ലേ. അതായത് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൻ്റെയും അതുപോലെ തന്നെ ലോഡ് ഫാക്ടർ മെത്തേഡിൻ്റെയും നടുക്കാണ് ആ ഒരു സെക്ഷൻ്റെ സൈസ് വന്നിരിക്കുന്നത്. ഓക്കെ, അതായത് ഈ ഒരു മെത്തേഡ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൻ്റെയും ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിൻ്റെയും പോസിറ്റിവിറ്റി കൺസിഡർ ചെയ്തിട്ടാണ്. ഓക്കെ, അതിൻ്റെ നല്ല കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ട് അതിൻ്റെ ഒരു കോമ്പിനേഷനാണ് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ്. ഓക്കെ, അപ്പം ഈ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസബിളുമാണ്, സേഫുമാണ്. ഓക്കെ, അതായത് അതിലേക്ക് വരാവുന്ന മാക്സിമം ലോഡിനെ ഇത് റെസിസ്റ്റ് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ ക്രാക്സും ഡിഫ്ലക്ഷൻസ് ഒന്നും ഫോം ചെയ്യുന്ന സാധ്യത കുറവാണ്. അതായത് അതിൻ്റെ അളവ് കുറവാണ് ഫോം ചെയ്യുന്നത്. ലോഡ് ഫാക്ടർ മെത്തേഡിൻ്റെ അത്രയും ഡിഫ്ലക്ഷൻസും ക്രാക്സും ഒന്നും ഇതിൻ്റെ അകത്ത് ഫോം ചെയ്യില്ല. ഓക്കെ, ദിസ് മെത്തേഡ് ടേക്സ് ഇൻ ടു അക്കൗണ്ട് ദ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ഇൻ ദ സ്ട്രക്ചർ ആൻഡ് ഓൾസോ ദ സർവീസബിലിറ്റി റിക്വയർമെൻറ്റ്സ്. മെത്തേഡിൽ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. ലോഡ് ഫാക്ടർ മെത്തേഡിൽ പോലെ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് തന്നെ കൺസിഡർ ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ സർവീസബിലിറ്റി റിക്വയർമെൻറ്റ്സും കൂടി കൺസിഡർ ചെയ്യും. ഓക്കെ, അതായത് ക്രാക്സ് ഫോം ചെയ്യുന്ന കാര്യത്തിലും അതുപോലെ ഡിഫ്ലക്ഷൻ വരുന്ന കാര്യത്തിലൊക്കെ കൺസിഡറേഷൻ ഈ ഒരു മെത്തേഡിൽ കൊടുക്കുന്നുണ്ട്. ഇറ്റ് ഈസ് എ ജുഡീഷ്യസ് കോമ്പിനേഷൻ ഓഫ് വർക്കിംഗ് സ്ട്രെസ് ആൻഡ് അൾട്ടിമേറ്റ് ലോഡ് മെത്തേഡ് ഓഫ് ഡിസൈൻ. അപ്പം അൾട്ടിമേറ്റ് ലോഡ് മെത്തേഡിൻ്റെയും വർക്കിംഗ് സ്ട്രെസ്സിൻ്റെയും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒന്നിച്ച് ചേർത്ത് വെച്ചിട്ടുള്ള ഒരു മെത്തേഡാണ് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് ഡിസൈൻ. ഓക്കെ, ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് ഓഫ് ഡിസൈൻ. അപ്പോൾ ഈ ലിമിറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ടേമിൻ്റെ മീനിങ് എന്താണെന്നുള്ളത് നോക്കാം. ദ അക്സെപ്റ്റബിൾ ലിമിറ്റ്സ് ഓഫ് സേഫ്റ്റി ആൻഡ് സർവീസബിലിറ്റി റിക്വയർമെൻറ്റ്സ് ബിഫോർ ഫെയിലിയർ ഒക്കേഴ്സ് ഈസ് കോൾഡ് എ ലിമിറ്റ് സ്റ്റേറ്റ്. ദ അക്സെപ്റ്റബിൾ ലിമിറ്റ്സ് നമുക്ക് ഒരു ലിമിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാത്തിനും ഈ ഒരു മെത്തേഡിൽ. ഓക്കെ, അതായത് ഇപ്പം ഫെയിലിയർ ആവുകയാണെങ്കിൽ ഇതിൽ കൂടുതൽ ലോഡ് ഇതിൽ പെർമിറ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ക്രാക്കൊക്കെ ആണെങ്കിൽ ഇതിൽ കൂടുതൽ ക്രാക്ക് ഇതിൽ ഫോം ചെയ്യാൻ പാടില്ല. അതിനൊക്കെ ഓരോ ലിമിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പം ആ ലിമിറ്റ് ക്രോസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യും. അപ്പോൾ അത് ക്രോസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ആ ഡിസൈൻ നമ്മൾ സേഫ് ആണെന്ന് പറയുള്ളൂ.
ഓക്കെ, അപ്പോൾ ആ ഡിസൈൻ ചെയ്യുമ്പം ഇത് ക്രോസ് ചെയ്യാത്ത, ആ ഒരു ലിമിറ്റ് ക്രോസ് ചെയ്യാത്ത രീതിയിൽ ഡിസൈൻ ചെയ്യുമ്പോൾ സേഫ്റ്റീൻ്റെ കേസിലായാലും സർവീസബിലിറ്റീൻ്റെ കേസിലായാലും സ്ട്രക്ചർ സേഫ് ആയിരിക്കും. അപ്പോൾ ലിമിറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ടേം എന്താണ് പറയുന്നത്? അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ലിമിറ്റാണ് ലിമിറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഓഫ് എന്തിൻ്റെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ലിമിറ്റാണ്? സേഫ്റ്റിയും സർവീസബിലിറ്റിൻ്റെയും. ഓക്കെ, സേഫും ആയിരിക്കണം, സർവീസബിളും ആയിരിക്കണം. അപ്പം അത് ആ സർവീസബിളായിട്ടും സേഫും ആയിട്ടുള്ള ആ ഒരു ലിമിറ്റ് ക്രോസ് ചെയ്യില്ല. അത് ക്രോസ് ചെയ്താൽ സേഫ് അല്ലാതാവും, സർവീസബിളും അല്ലാതാവും. അപ്പോൾ ആ ലിമിറ്റ് എന്ന് പറയുന്നത് ആ ഒരു അക്സെപ്റ്റബിൾ ലിമിറ്റാണ്. ഇതുവരെ നമുക്ക് പെർമിറ്റ് ചെയ്യാന്നുള്ളൊരു ലിമിറ്റാണ്. എന്തിനൊക്കെ ആ ലിമിറ്റ് ഉണ്ട്? സേഫ്റ്റിക്കും സർവീസബിലിറ്റിക്കും ആ ഒരു ലിമിറ്റ് ഉണ്ട്. ഓക്കെ, അക്സെപ്റ്റബിൾ ലിമിറ്റ്സ് ഓഫ് സേഫ്റ്റി ആൻഡ് സർവീസബിലിറ്റി റിക്വയർമെൻറ്റ്സ് ബിഫോർ ഫെയിലിയർ ഒക്കേഴ്സ്. അപ്പോൾ ആ കൺസിഡർ ചെയ്യുന്ന ലിമിറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്ന പോയിന്റ് അക്സെപ്റ്റബിൾ ലിമിറ്റാണ്. അതായത് ഫെയിലിയർ ഒക്കർ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള അക്സെപ്റ്റബിൾ ലിമിറ്റാണ് ലിമിറ്റ് സ്റ്റേറ്റ്. ഓക്കെ, ഇപ്പം ക്ലിയർ ആയോ? ഇത് അക്സെപ്റ്റബിൾ ലിമിറ്റ്സ് ഓഫ് സേഫ്റ്റി ആൻഡ് സർവീസബിലിറ്റി റിക്വയർമെൻറ്റ്സ് ബിഫോർ ഫെയിലിയർ ഒക്കേഴ്സ് ഈസ് കോൾഡ് എ ലിമിറ്റ് സ്റ്റേറ്റ്. അപ്പോൾ ലിമിറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഫെയിലിയർ സംഭവിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ അത് ഫെയിലാവുന്നതിൻ്റെ തൊട്ട് മുന്നേയുള്ള ലിമിറ്റാണ്. ഓക്കെ, ആ സേഫ്റ്റീൻ്റെ കേസിലായാലും അതുപോലെ തന്നെ ഇപ്പോൾ സർവീസബിൾ, അതായത് ക്രാക്ക് ഫോം ചെയ്യുന്നതും ഡിഫ്ലക്ഷൻ സംഭവിക്കുന്നതിൻ്റെ ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് പോയാൽ ഫെയിലിയർ സംഭവിക്കും. അപ്പോൾ ഈ ഡിസൈൻ ചെയ്യുമ്പോൾ ഈ ലിമിറ്റ് സ്റ്റേറ്റിൻ്റെ അകത്ത് നിർത്തിക്കൊണ്ടായിരിക്കും ഡിസൈൻ ചെയ്യുക. ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിൽ ആ ലിമിറ്റ് ക്രോസ് ചെയ്യാത്ത രീതിയിലായിരിക്കും. അത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഫെയിലിയർ സംഭവിക്കും. അപ്പോൾ ലിമിറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ദ അക്സെപ്റ്റബിൾ ലിമിറ്റ്സ് ഓഫ് സേഫ്റ്റി ആൻഡ് സർവീസബിലിറ്റി റിക്വയർമെൻറ്റ്സ് ബിഫോർ ഫെയിലിയർ ഒക്കേഴ്സ്. ഓക്കെ, ദ അക്സെപ്റ്റബിൾ ലിമിറ്റ്സ് ഓഫ് സേഫ്റ്റി ആൻഡ് സർവീസബിലിറ്റി റിക്വയർമെൻറ്റ്സ് ബിഫോർ ഫെയിലിയർ ഒക്കേഴ്സ് ഈസ് കോൾഡ് എ ലിമിറ്റ് സ്റ്റേറ്റ്. അപ്പോൾ ലിമിറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു പോയിൻ്റാണ് അല്ലെങ്കിൽ ഒരു പൊസിഷനാണ്. ഓക്കെ, ആ പൊസിഷൻ്റെ അപ്പുറത്തേക്ക് പോയാൽ ഒരു വാല്യൂ ആണ്, ആ വാല്യൂവിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഫെയിലിയർ സംഭവിക്കും. അപ്പോൾ നമ്മൾ ആ വാല്യൂവിൻ്റെ അകത്ത് നിർത്തിക്കൊണ്ട് ആ വാല്യൂ വരെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. ഡിസൈൻ സേഫ് ആയിരിക്കും, അതുപോലെ തന്നെ ആ ഒരു സ്ട്രക്ചർ സർവീസബിൾ ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. ആ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ആ ലിമിറ്റ് ഫെയിലിയർ ഒക്കർ ചെയ്യുന്നതിൻ്റെ മുമ്പുള്ള ആ ഒരു പോയിൻ്റ് അല്ലെങ്കിൽ ആ ഒരു ലിമിറ്റാണ് ലിമിറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. This method is based on the concept of safety at ultimate loads and serviceability at working loads. അപ്പം ഈ മെത്തേഡിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ലോഡ്സിൽ സേഫ് ആയിരിക്കും. അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ വരാവുന്ന മാക്സിമം ലോഡ്സ് വരുമ്പോൾ ഇത് സേഫും ആയിരിക്കും. അതുപോലെ തന്നെ വർക്കിംഗ് ലോഡ്സിലാണ് ക്രാക്സ് ഒക്കെ ഫോം ചെയ്യുക അല്ലേ. അതായത് വർക്കിംഗ് ലോഡ്സ്, അതായത് സ്ഥിരമായിട്ട് അതിൽ ആക്ട് ചെയ്യുന്ന വർക്കിംഗ് ലോഡ്സിൻ്റെ കേസിൽ അത് സർവീസബിളും ആണ്. Okay, this method is based on the concept of safety at ultimate loads and serviceability at working loads. അതായത് ക്രാക്സും അതുപോലെ ഡിഫ്ലക്ഷൻസ് ഒന്നും ഫോം ചെയ്യുന്നത് കുറവാണ്. ആ ഒരു ക്രൈറ്റീരിയയും കൂടി, അത് അധികം ഫോം ചെയ്യാത്ത രീതിയിലും അതുപോലെ തന്നെ അൾട്ടിമേറ്റ് ലോഡ് വന്നാൽ സേഫായിട്ട് നിൽക്കുന്ന രീതിയിലുമാണ് ഈ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിൻ്റെ ഡിസൈൻ വരുന്നത്. Okay, the objective of limit state design is that the structure should be able to withstand safely all the loads that are going to act on it throughout its life along with satisfying the serviceability requirements. അതായത് ഒരു സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ ഈ മെത്തേഡിൻ്റെ ഡിസൈൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ആ സ്ട്രക്ചറിലേക്ക് വരാവുന്ന മാക്സിമം ലോഡ് വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ ടൈപ്പ് ലോഡ് വരുമോ ആ ടൈപ്പ് ലോഡുകളൊക്കെ ഈ ഒരു സ്ട്രക്ചറിലേക്ക് ആക്ട് ചെയ്ത് കഴിഞ്ഞാലും ഈ സ്ട്രക്ചർ സേഫായിട്ട് നിൽക്കുകയും ചെയ്യും. അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം തന്നെ ക്രാക്സ് ഫോം ചെയ്യുന്നതിലും അതുപോലെ തന്നെ ബെൻഡിങ് ഫോം ചെയ്യുന്നതിലും ഡിഫ്ലക്ഷൻ വരുന്നതിലൊക്കെ ഒരു ലിമിറ്റും ഉണ്ടാവും. ഓക്കെ, ആ സർവീസബിലിറ്റി റിക്വയർമെൻറ്റ്സ് അത് ക്രോസ് ചെയ്യില്ല. ആ സർവീസബിലിറ്റി റിക്വയർമെൻറ്റ്സിനെ അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലായിരിക്കും ഇത് ഈ ലോഡിനെ അത് റെസിസ്റ്റ് ചെയ്യുന്നത്. സേഫായിട്ട് റെസിസ്റ്റ് ചെയ്യുകയും ചെയ്യും. അതേപോലെ തന്നെ വർക്കിംഗ് ലോഡ്സ് ആക്ട് ചെയ്യുമ്പോൾ അതിൽ ക്രാക്സും ഡിഫ്ലക്ഷൻസും വലിയ രീതിയിൽ ഫോം ചെയ്യാത്ത രീതിയിലായിരിക്കും ഈ ഒരു സ്ട്രക്ചറിൽ ഈ ഒരു മെത്തേഡിൽ ഡിസൈൻ വരുന്നത്. To ensure the proper degree of safety and serviceability, the design includes all relevant limit state. അപ്പം സേഫ്റ്റിയും സർവീസബിലിറ്റിയും പ്രോപ്പറായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് പിന്നെ ഓരോ കേസിലും അതിന് റെലവൻ്റ് ആയിട്ടുള്ള ലിമിറ്റ് സ്റ്റേറ്റ്സ് ഉണ്ട്. ഓരോന്നിലും ലിമിറ്റ് സ്റ്റേറ്റ്സ് ഉണ്ട്. ഓക്കെ, ഓരോ കേസിലും സേഫ്റ്റീൻ്റെ കേസിൽ ലിമിറ്റ് സ്റ്റേറ്റ് ഉണ്ട്. അതായത് ഇത് ഫെയിൽ ആവാതിരിക്കാൻ, അതായത് ടോർഷനിൽ ഫെയിൽ ആവാതിരിക്കാൻ, ഷിയറിൽ ഫെയിൽ ആവാതിരിക്കാൻ, അതുപോലെ തന്നെ ബെൻഡിങ്ങിൻ്റെ കേസ് ഫെയിൽ ആവാതിരിക്കാൻ, അങ്ങനെ ഓരോ ലിമിറ്റ് സ്റ്റേറ്റ് ഉണ്ട്. ബെൻഡിങ്ങിൻ്റെ കേസിലൊരു ലിമിറ്റ് സ്റ്റേറ്റ് ഉണ്ട്, ഷിയറിൻ്റെ കേസിലൊരു ലിമിറ്റ് സ്റ്റേറ്റ് ഉണ്ട്, അങ്ങനെ ഓരോന്നിലും ലിമിറ്റ് സ്റ്റേറ്റ് ഉണ്ട്. അതേപോലെ സർവീസബിലിറ്റിൻ്റെ കേസിലാണെങ്കിലും അതിലും ലിമിറ്റ് സ്റ്റേറ്റ് ഉണ്ട്. ലിമിറ്റ് സ്റ്റേറ്റ് ഫോർ
ഡിഫ്ലക്ഷൻ, ലിമിറ്റ് സ്റ്റേറ്റ് ഫോർ ക്രാക്കിംഗ്, അങ്ങനെ അതിനും ഓരോ ലിമിറ്റ് സ്റ്റേറ്റ് ഉണ്ട്. അതായത് പെർമിസിബിൾ ആയിട്ടുള്ള ആ ഒരു ലിമിറ്റ്, അതിൻ്റെ അപ്പുറം ക്രോസ് ചെയ്താൽ ഫെയിലിയർ ആയിരിക്കും. അപ്പോൾ അത് ക്രോസ് ചെയ്യാതെ ആയിരിക്കും നമ്മൾ ഈ മെത്തേഡിൽ ഡിസൈൻ ചെയ്യുക. അപ്പോൾ ആ ഒരു പ്രോപ്പർ സേഫ്റ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്രോപ്പർ ഡിഗ്രി ഓഫ് സേഫ്റ്റിയും സർവീസബിലിറ്റിയും പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോന്നിലും സെപ്പറേറ്റ് ലിമിറ്റ് സ്റ്റേറ്റ് ഈ മെത്തേഡിൽ ഉണ്ട്. ലിമിറ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റബിൾ ലിമിറ്റാന്നുള്ള കാര്യം ഓർത്താൽ മതി. It takes into account the uncertainties associated with loads and material property. Thus uses partial safety factors to obtain design loads and design stresses. അപ്പം ഇതിൽ ഈ ഒരു മെത്തേഡിൽ ലോഡ്സിൻ്റെ കാൽക്കുലേഷനിൽ വരാവുന്ന അൺസർട്ടനിറ്റീസും അതുപോലെ തന്നെ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടീസിൽ വരാവുന്ന അൺസർട്ടനിറ്റീസും കൺസിഡർ ചെയ്യുന്നുണ്ട്. അതായത് ആ ഒരു മെറ്റീരിയൽ മാനുഫാക്ചർ ചെയ്യുമ്പം വരാവുന്ന പ്രോബ്ലംസ്, അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റിയിൽ വരാവുന്ന പ്രോബ്ലംസ്, അതുപോലെ തന്നെ ലോഡ് കാൽക്കുലേഷനിൽ വരാവുന്ന പ്രശ്നം. കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്തില്ലെങ്കിൽ, കുറച്ചും കൂടി ലോഡ് കൂടുതൽ വരികയാണെങ്കിൽ, കാൽക്കുലേറ്റ് ചെയ്തതിനേക്കാളും കൂടുതൽ വരികയാണെങ്കിൽ അത് ഫെയിലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പാർഷ്യൽ സേഫ്റ്റി ഫാക്ടേഴ്സ്, അതായത് ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു പാർഷ്യൽ സേഫ്റ്റി ഫാക്ടേഴ്സ് ഇതിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അത് ലോഡിൻ്റെ കേസിലും ഇതിൽ ഈ ഒരു മെത്തേഡിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്, മെറ്റീരിയലിൻ്റെ കേസിലും കൺസിഡർ ചെയ്യുന്നുണ്ട്. വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിലാണെങ്കിൽ മെറ്റീരിയലിൻ്റെ കേസിൽ മാത്രമാണ് ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റി കൺസിഡർ ചെയ്തത്. അതേപോലെ ലോഡ് ഫാക്ടർ മെത്തേഡിലാണെങ്കിൽ ലോഡിൻ്റെ കേസിൽ മാത്രമാണ് ഫാക്ടർ ഓഫ് സേഫ്റ്റി കൺസിഡർ ചെയ്തത്. ഈ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിലാണെങ്കിൽ രണ്ട് കേസിലും, അതായത് ലോഡിൻ്റെ കേസിലും മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടീൻ്റെ കേസിലും ഫാക്ടർ ഓഫ് സേഫ്റ്റി കൺസിഡർ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇവിടെ പറയുന്നത് ഫാക്ടർ ഓഫ് സേഫ്റ്റി പാർഷ്യൽ സേഫ്റ്റി ഫാക്ടേഴ്സ് എന്ന് പറയുന്ന ടേമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫാക്ടർ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫാക്ടർ നമ്മൾ യൂസ് ചെയ്തിട്ട് ലോഡ്സിനെ ഡിസൈൻ ലോഡാക്കിയിട്ടും മാറ്റും, അതുപോലെ തന്നെ മെറ്റീരിയൽ സ്ട്രെസ്സിനെ ഡിസൈൻ സ്ട്രെസ് ആക്കിയിട്ടും മാറ്റും. ആ മെറ്റീരിയലിൻ്റെ ഒറിജിനൽ സ്ട്രെസ്സിനെ ഡിസൈൻ സ്ട്രെസ് ആക്കിയിട്ടും മാറ്റും. ആ ഒരു പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഡിസൈൻ സ്ട്രെസ്സസ് ഓഫ് മെറ്റീരിയൽസ് ആക്കും. അതുപോലെ തന്നെ ലോഡിനെ ആ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടേഴ്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിസൈൻ ലോഡ്സ് ആക്കി മാറ്റും. ഓക്കെ, ലോഡ്സിൻ്റെ കേസിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ഡിസൈൻ ലോഡ്സ് ആക്കുന്നത്. മെറ്റീരിയൽസിൻ്റെ കേസിൽ ഡിവൈഡ് ചെയ്തിട്ടാണ്. ഓക്കെ, ആ മെറ്റീരിയലിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സ്ട്രെസ്സിനെ ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസൈൻ സ്ട്രെസ്സസ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ വാല്യൂസൊക്കെ ഓരോന്നിലും ഡിഫറെൻ്റ് ആണ്. ലോഡ്സിൻ്റെ കേസിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന വാല്യൂവും മെറ്റീരിയൽസിൻ്റെ കേസിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതൊക്കെ വ്യത്യസ്തമാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ നമുക്കത് പഠിക്കാം. The limit state method is based on predictions, unlike working stress method which is deterministic in nature. അപ്പോൾ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് പ്രഡിക്ഷൻസിനെ ബേസ് ചെയ്തിട്ടാണ്. വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് നോക്കുകയാണെങ്കിൽ അതിൽ പെർമിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർമിസിബിൾ സ്ട്രെസ്സിനൊരു വാല്യൂ ഉണ്ട്, അതുപോലെ തന്നെ അതിൽ വരുന്ന ലോഡിനൊരു വാല്യൂ ഉണ്ട്. അതായത് ആ ലോഡ് കൂടുതൽ വന്നു കഴിഞ്ഞാൽ അത് റെസിസ്റ്റ് ചെയ്യില്ല. ഓക്കെ, അതിൽ ഒരു മുൻകൂട്ടി ഇത്ര വരെ ലോഡിനെ പെർമിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊന്നും വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ പറയുന്നില്ല. അതുപോലെ തന്നെ ലോഡ് കോമ്പിനേഷൻ എടുക്കുമ്പോഴും ആ ലോഡ് കോമ്പിനേഷനിലും ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റി ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ള വാല്യൂവിനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ ഡിസൈനും വരുന്നുള്ളതാണ് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിലുള്ളത്. ഓക്കെ, ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നേരെ ആ ഫാക്ടേഴ്സിനെ വെച്ച് മാത്രമാണ് അതിൻ്റെ ഡിസൈൻ വരിക എന്നുള്ളതാണ് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ. അതായത് ഡിറ്റർമിനിസ്റ്റിക് ഇൻ നേച്ചറാണ്. ആ കിട്ടിയിട്ടുള്ള വാല്യൂവിനെ ബേസ് ചെയ്ത് ഡയറക്റ്റ് വരുന്നുള്ളത്. ഓക്കെ, അതിൽ കൂടുതൽ വരുന്ന ലോഡോ കാര്യങ്ങളൊന്നും കൺസിഡർ ചെയ്യുന്നില്ല. കൂടുതൽ ലോഡ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ള കേസസ് ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള വർക്കിംഗ് ലോഡും അതുപോലെ തന്നെ ആ പെർമിസിബിൾ സ്ട്രെസ്സും വെച്ചിട്ട് ഡയറക്റ്റ് ഡിസൈൻ ചെയ്യുകയാണ്. ഓക്കെ, ലോഡ് കോമ്പിനേഷൻസിൽ വേറെ ഡിഫറെൻറ്റ് ലോഡ് കോമ്പിനേഷൻസ് ഒന്നും കൺസിഡറേഷനിലില്ല. പക്ഷേ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് ആണെങ്കിൽ അങ്ങനെയല്ല. ദ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് ഈസ് ബേസ്ഡ് ഓൺ പ്രഡിക്ഷൻസ്. അത് പ്രെഡിക്റ്റ് ചെയ്യുകയാണ്. അതായത് ലോഡ് ഇത്ര ലോഡ് വരെ, അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് ലോഡ് വന്നാൽ സേഫായിട്ട് നിന്നോളും. അതായത് ശരിക്കും വന്ന ലോഡിനേക്കാളും കുറച്ചും കൂടിയും കൂടുതൽ, അല്ലെങ്കിൽ മാക്സിമം ഇതിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ലോഡ് ഇതാണ്. അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിലുള്ള പ്രഡിക്ഷനിലാണ് വരുന്നത്. അതുപോലെ തന്നെ ലോഡ് കോമ്പിനേഷൻ എടുക്കുന്നതും പ്രഡിക്ഷനിലാണ്. ഇപ്പം കുറേ ടൈപ്സ് ലോഡ്സ് ഉണ്ടെങ്കിൽ പലതരം ലോഡ് കോമ്പിനേഷൻസ്, അതായത് ബേസ്ഡ് ഓൺ എക്സ്പീരിയൻസസ്, അതായത് എക്സ്പെരിമെൻറ്റ്സസ്, അതൊക്കെ ബേസ് ചെയ്തിട്ട് പല ടൈപ്പ് ലോഡ് കോമ്പിനേഷൻ, ഇപ്പം മിൻ ലോഡൊക്കെ വരുന്നുണ്ടെങ്കിൽ, എർത്ത് ലോഡ് വരുന്നുണ്ടെങ്കിൽ അതൊക്കെ കൺസിഡർ ചെയ്തിട്ട് അതിൻ്റെ തന്നെ പല കോമ്പിനേഷൻസ് ഉണ്ട്. ഇപ്പം ഡെഡ് ലോഡ് ലൈവ് ലോഡ് ആണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഫാക്ടർ ഓഫ് സേഫ്റ്റി അല്ലെങ്കിൽ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 1.5 ആണ്. അതുപോലെ തന്നെ ഇപ്പം വിൻ ലോഡ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫാക്ടർ മാറി. അങ്ങനെ ഓരോ എക്സ്പെരിമെൻറ്റ് ബേസിസിലും അതുപോലെ തന്നെ എക്സ്പീരിയൻസിൻ്റെ ബേസിസിലൊക്കെ ആണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിൽ. ഓക്കെ, അപ്പോൾ ഒരു പ്രോബബിലിസ്റ്റിക് അപ്രോച്ചാണ് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിൽ.
ഓക്കെ, വരാൻ സാധ്യതയുണ്ട്, ഈ ഒരു കേസ് കൺസിഡർ ചെയ്യാം. അപ്പം ഒരു പ്രോബബിലിറ്റിയാണ്. മറ്റേതാണെങ്കിൽ ഓൾറെഡി ഇന്നെന്ന കാര്യങ്ങളേ വരുള്ളൂ, ഇത് ഇലാസ്റ്റിക് ലിമിറ്റിൻ്റെ അങ്ങോട്ട് പോവില്ല. അപ്പോൾ ഈ വരുന്ന സ്ട്രെസ്സിൽ ഈ ഒരു സ്ട്രെസ്സാണ് ഇതിൻ്റെ പെർമിസിബിൾ സ്ട്രെസ്സ്. ഈ വരുന്ന ലോഡ്, വർക്കിംഗ് ലോഡ്, അതിൽ കൂടുതൽ ലോഡ് വരില്ല. ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു കാര്യത്തിനെ വെച്ച് മാത്രം, ഒറിജിനലി വരുന്ന ഡാറ്റാസിനെ വെച്ച് മാത്രം ഡിസൈൻ ചെയ്യുന്നതാണ് വർക്കിംഗ് സ്ട്രെസ്. ലിമിറ്റ് സ്റ്റേറ്റ് ആണെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യും, ഇത്ര 1.5 അല്ലെങ്കിൽ ഇത്ര ഒരു പെർസെൻറ്റേജിൽ കൂടുതൽ ശരിക്കും വരുന്ന ലോഡിനേക്കാളും കൂടുതൽ വന്നാൽ അത് സേഫ് ആവും. ലോഡ് കോമ്പിനേഷൻസ് ഇങ്ങനെയൊക്കെ പലതരം കോമ്പിനേഷൻസ് കൺസിഡർ ചെയ്യാം. അങ്ങനെ പലതരം രീതിയിൽ പ്രെഡിക്റ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെയൊക്കെ വരും, ഇതായിരിക്കും ബേസ്റ്റ് കോമ്പിനേഷൻ എന്നൊക്കെ പ്രെഡിക്റ്റ് ചെയ്തിട്ടാണ് ഡിസൈൻ വരുന്നത്. The limit state method is based on predictions, unlike working stress method which is deterministic in nature. The partial safety factors are derived using probability and statistics and are for different load combinations. അപ്പോൾ ഈ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടേഴ്സ് ഒക്കെ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? പ്രോബബിലിറ്റിയാണ്, അതായത് സാധ്യതയാണ്, ഇത്ര വരാം എന്നുള്ളത് ഒരു പ്രോബബിലിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഇതിൻ്റെ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഡിറൈവ്ഡ് യൂസിങ് പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, എക്സ്പെരിമെൻറ്റ്സ് എല്ലാം കണ്ടക്ട് ചെയ്തിട്ട് കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന വാല്യൂ ആണ്. ആൻഡ് ആർ ഡിഫറെൻറ്റ് ഫോർ ഡിഫറെൻറ്റ് ലോഡ് കോമ്പിനേഷൻസ്. അപ്പോൾ ലോഡ് കോമ്പിനേഷനിൽ അത് ഡിഫറെൻറ്റ് ലോഡ് കോമ്പിനേഷൻസിൽ ഡിഫറെൻ്റ് ആണ്. ഡെഡ് ലോഡ്, ലൈവ് ലോഡ് വരുന്ന കോമ്പിനേഷനിൽ 1.5 ആണ്. ഇപ്പോൾ അതിൻ്റെ കൂടെ വിൻ ലോഡ് അല്ലെങ്കിൽ എർത്ത് ലോഡ് വരുമ്പോൾ ആ കോമ്പിനേഷൻ വീണ്ടും മാറി. അങ്ങനെ പല കോമ്പിനേഷൻസ് ഉണ്ട്. അതിലൊക്കെ ഫാക്ടർ ഓഫ് സേഫ്റ്റി യൂസ് ചെയ്യുന്ന ടേം അല്ലെങ്കിൽ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടേഴ്സ് എന്ന് പറയുന്ന ടേം ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിൽ നമ്മൾ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടേഴ്സ് എന്ന് പറയുന്ന ടേമാണ് യൂസ് ചെയ്യുക. ഓക്കെ, കമ്പാരിസൺ ഓഫ് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് ആൻഡ് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ്. ഏറ്റവും ആദ്യത്തെ അല്ലെങ്കിൽ ഓൾഡസ്റ്റ് മെത്തേഡായിട്ടുള്ള വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൻ്റെയും ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മെത്തേഡായിട്ടുള്ള ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിൻ്റെയും കമ്പാരിസൺ നമുക്ക് നോക്കാം. വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് based on elastic theory which assumes that both concrete and steel are elastic and stress strain curve are linear for both. അപ്പം വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് ഇലാസ്റ്റിക് തിയറിനെ ബേസ് ചെയ്ത് വരുന്നതാണ്. സ്റ്റീലും കോൺക്രീറ്റും ഇലാസ്റ്റിക് ആണെന്നാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ സ്ട്രെസ് സ്ട്രെയിൻ കർവും ലീനിയർ ആണെന്നാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. ഒരു പ്ലാസ്റ്റിക് ബിഹേവിയർ തീരെ അംഗീകരിക്കുന്നില്ല വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ്. ഓക്കെ, പക്ഷേ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിൽ എങ്ങനെയാണ്? ബേസ്ഡ് ഓൺ ആക്ച്വൽ സ്ട്രെസ് സ്ട്രെയിൻ കർവ്സ് ഓഫ് സ്റ്റീൽ ആൻഡ് കോൺക്രീറ്റ്. ഒറിജിനൽ സ്ട്രെസ് സ്ട്രെയിൻ കർവ് എങ്ങനെയാണോ അത് അതേപോലെ തന്നെ കൺസിഡർ ചെയ്തിട്ടാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ അത് ലീനിയർ ആണെന്നുള്ള രീതിയിൽ അസ്യൂം ചെയ്തിട്ടാണ് ഡിസൈൻ വന്നിരിക്കുന്നത്. രണ്ടാമത്തത്, ഫാക്ടർ ഓഫ് സേഫ്റ്റി ആർ അപ്ലൈഡ് ടു ദ ഈൽഡ് സ്ട്രെസ്സസ് ടു ഗെറ്റ് പെർമിസിബിൾ സ്ട്രെസ്സസ്. അപ്പം ഫാക്ടർ ഓഫ് സേഫ്റ്റിയാണ് ഈൽഡ് സ്ട്രെസ്സിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ഈൽഡ് സ്ട്രെസ് ഡിവൈഡഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി ചെയ്യുമ്പോഴാണ് പെർമിസിബിൾ സ്ട്രെസ്സസ് കിട്ടുന്നത്. ഇവിടെ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിൽ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടേഴ്സ് ആണ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, പാർഷ്യൽ സേഫ്റ്റി ഫാക്ടേഴ്സ് ആർ അപ്ലൈഡ് ടു ഗെറ്റ് ഡിസൈൻ വാല്യൂസ് ഓഫ് സ്ട്രെസ്സസ്. പാർഷ്യൽ സേഫ്റ്റി ഫാക്ടേഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യും, അതിൽ വരുന്ന അൾട്ടിമേറ്റ് സ്ട്രെസ്സിൻ്റെ കൂടെ. എന്നിട്ട് നമ്മൾ ഡിസൈൻ വാല്യൂസ് എടുക്കും. എന്നിട്ട് ആ ഡിസൈൻ വാല്യൂ, മെറ്റീരിയലിൻ്റെ ഡിസൈൻ വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. മൂന്നാമത്തത്, നോ ഫാക്ടർ ഓഫ് സേഫ്റ്റി ആർ യൂസ്ഡ് ഫോർ ലോഡ്സ്. ലോഡ്സിൻ്റെ കേസിൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഒന്നും വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ യൂസ് ചെയ്യുന്നില്ല. ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിലാണെങ്കിൽ ഡിസൈൻ ലോഡ്സ് ആർ ഒബ്റ്റൈൻഡ് ബൈ മൾട്ടിപ്ലൈയിങ് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടേഴ്സ് ഓഫ് ലോഡ്സ് ടു ദ വർക്കിംഗ് ലോഡ്സ്. അപ്പം ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിൽ ലോഡ്സിൽ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് ഫാക്ടർ ഓഫ് സേഫ്റ്റി തന്നെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത് വർക്കിംഗ് ലോഡ്സിന് ഒറിജിനലി ആ ഒരു സ്ട്രക്ചറിലേക്ക് വരാവുന്ന ലോഡിൻ്റെ കൂടെ ഈ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടേഴ്സ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത് ഡിസൈൻ ലോഡ്സ് ആക്കി മാറ്റും. ആ ഡിസൈൻ ലോഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുക ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിൽ. എക്സാക്ട് മാർജിൻ ഓഫ് സേഫ്റ്റി ഈസ് നോട്ട് നോൺ. വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ ആ ഒരു മാർജിൻ ഓഫ് സേഫ്റ്റി എത്ര വരെ ലോഡിന് ഇത് റെസിസ്റ്റ് ചെയ്യും, കൂടുതൽ ലോഡ് വന്നാൽ റെസിസ്റ്റ് ചെയ്യും എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. പക്ഷേ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിൽ എക്സാക്ട് മാർജിൻ ഓഫ് സേഫ്റ്റി ഈസ് നോൺ. ആ എക്സാക്റ്റ് ആയിട്ടുള്ള വാല്യൂ, അതായത് ഒറിജിനൽ വരുന്ന ലോഡിനേക്കാളും ഇത്ര അധികം ലോഡ് വന്നു കഴിഞ്ഞാൽ അത് അവിടെ സേഫ് ആയിരിക്കും എന്നുള്ള കാര്യം നമുക്ക് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിൽ പറയാൻ പറ്റും. അതേപോലെ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ സെക്ഷൻ എങ്ങനെയായിരിക്കും? തിക്കായിരിക്കും അല്ലേ? ഗീവ്സ് തിക്കർ സെക്ഷൻ സോ ലെസ് എക്കണോമിക്കൽ. തിക്കർ ആകുമ്പോൾ എക്കണോമിക്കൽ ആവുന്നത് കുറവാണ്, എക്കണോമിക്കൽ ആവില്ല. ഓക്കെ, അതേപോലെ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിലാണെങ്കിൽ മോർ എക്കണോമിക് ആസ് ഇറ്റ് ഗീവ്സ് തിന്നർ സെക്ഷൻസ്. അപ്പം ഇത് എക്കണോമിക് ആണ്, കാരണം വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തിന്നർ ആയിട്ടുള്ള സെക്ഷനാണ് നമുക്ക് കിട്ടുന്നത്.
ഓക്കെ, നമ്മൾ ഡിസൈൻ്റെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. അതിലൊരു ഒബ്ജക്റ്റീവാണ് എക്കണോമി എന്ന് പറയുന്നത് അല്ലേ. അതായത് എക്കണോമിക്കലായി ഡിസൈൻ ചെയ്യണം അല്ലേ. അതായത് നമുക്ക് തോന്നിയ പോലെ വലിയ സൈസിലൊന്നും കാര്യങ്ങളൊന്നും നമുക്ക് ഉണ്ടാക്കേണ്ട കാര്യമില്ല അല്ലേ. എത്രയാണോ അതിനാവശ്യം അത് കൃത്യമായിട്ട് കൊടുത്താൽ മതി. അപ്പോൾ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ കുറേ അനാവശ്യമായിട്ടാണ് ആ ഒരു സൈസ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അത് തിക്കറാണ്, എക്കണോമിക്കൽ അല്ല. പക്ഷേ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് കമ്പാരിറ്റീവ്ലി വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിനേക്കാളും കമ്പാരിറ്റീവ്ലി തിന്നറാണ്, അതുകൊണ്ട് തന്നെ എക്കണോമിക് ആണ്. ഇതിൻ്റെ ഇടയ്ക്ക് വന്ന ലോഡ് ഫാക്ടർ മെത്തേഡ് വളരെ തിന്നറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ഡിഫ്ലക്ഷൻസും അതുപോലെ തന്നെ ക്രാക്സ് ഒക്കെ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അത് എക്കണോമിക് ആണെങ്കിലും പക്ഷേ സർവീസബിലിറ്റീൻ്റെ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ലിമിറ്റ് സ്റ്റേറ്റ് ആണെങ്കിൽ എക്കണോമിക്കലാണ്, സർവീസബിലിറ്റീൻ്റെ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, സേഫ്റ്റീൻ്റെ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ലാസ്റ്റ് പോയിന്റ്, assumes that the actual load, permissible stresses and factor of safety are known, so it is called deterministic method. അപ്പോൾ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ ആക്ച്വൽ ലോഡും അതുപോലെ പെർമിസിബിൾ സ്ട്രെസ്സും ഫാക്ടർ ഓഫ് സേഫ്റ്റിയൊക്കെ ഓൾറെഡി ഒരു ഫിക്സ്ഡ് വാല്യൂ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ടാണ് അത് ഡിസൈൻ ചെയ്യുന്നത്. അപ്പം വേറെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഒന്നും അതിലേക്ക് കൺസിഡർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അത് ഡിറ്റർമിനിസ്റ്റിക് മെത്തേഡാണ്. അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഫാക്ടേഴ്സ് മാത്രമേ ആ ഡിസൈനിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ വേറെ ഒന്നും നമ്മൾ നോക്കണ്ട, ആ വാല്യൂസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ആ എൻ്റയർ ഡിസൈൻ വരിക. ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിൽ അങ്ങനെയല്ല, പ്രോബബിലിസ്റ്റിക് അപ്രോച്ചാണ്. അതായത് വരുന്ന ലോഡ് പോലും ഇത്രയേ വരൂ എന്നുള്ളത് ഉറപ്പ് നമ്മൾ പറയുന്നില്ല. അതിൽ കൂടുതൽ ഒരു ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇത്ര വരെ ലോഡ് വന്നാൽ ഇത് റെസിസ്റ്റ് ചെയ്യും എന്നുള്ള രീതിയിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ലോഡ് കോമ്പിനേഷൻസ് നമ്മൾ എടുക്കുമ്പം ഓരോന്നും ഡിഫറെൻ്റ് ആണ്. ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള പാർഷ്യൽ സേഫ്റ്റി ഫാക്ടേഴ്സ് അല്ല, ഓരോ ലോഡ് കോമ്പിനേഷൻസിനും വെവ്വേറെ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു പ്രോബബിലിസ്റ്റിക് അപ്രോച്ചാണ്, സാധ്യത കൽപ്പിച്ചിട്ടുള്ള ഒരു മെത്തേഡാണ് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ്. ബേസ്ഡ് ഓൺ പ്രോബബിലിസ്റ്റിക് അപ്രോച്ച് വിച്ച് ഡിപ്പെൻഡ്സ് അപ്പോൺ ആക്ച്വൽ ഡാറ്റ ഓർ എക്സ്പീരിയൻസ്. ശരിക്കും വരുന്ന ആ ഒരു ഡാറ്റ അല്ലെങ്കിൽ എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ എക്സ്പെരിമെൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ കോമ്പിനേഷൻസും കാര്യങ്ങളും എടുക്കുന്നത്. അതുപോലെ തന്നെ ലോഡിൻ്റെ കേസ് ആണെങ്കിൽ ആ ആക്ച്വൽ ഡാറ്റ വെച്ചിട്ട് നമ്മളൊരു ഫാക്ടർ വെച്ച് മൾട്ടിപ്പിൾ ചെയ്തിട്ട് കൂടുതൽ ഇത്ര വരെ വരുമ്പോൾ, അതായത് വന്നാലും ഇത് സേഫ് ആവും എന്നുള്ള ഒരു രീതിയിൽ ഒരു പ്രോബബിലിറ്റിക് ആയിട്ടുള്ള അപ്രോച്ചാണ് ഈ ഒരു മെത്തേഡിൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹെൻസ് ഇറ്റ് ഈസ് കോൾഡ് നോൺ ഡിറ്റർമിനിസ്റ്റിക് മെത്തേഡ്. അപ്പോൾ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നോൺ ഡിറ്റർമിനിസ്റ്റിക് മെത്തേഡാണ്. ഓക്കെ, അപ്പം അതിൽ വരുന്ന ലോഡിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇത് മാറും. ഓക്കെ, ആക്ച്വൽ കണ്ടീഷൻ ഇപ്പം വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിലെ പോലെ ആ വാല്യൂസിനെ വെച്ച് മാത്രമല്ല ഈ ഡിസൈൻ വരുന്നത്. ഇതിൽ കുറേ സാധ്യതകളൊക്കെ നോക്കിയിട്ടാണ്, വരാൻ സാധ്യതയുള്ള കുറേ ഫാക്ടേഴ്സ്, ലോഡ്സ് വരുന്നതിന് നോക്കിയിട്ട്, അതുപോലെ തന്നെ ആ ലോഡ് എത്രമാത്രം മാർജിൻ ഓഫ് സേഫ്റ്റി നോക്കിയിട്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ അത് പല ലിമിറ്റ് സ്റ്റേറ്റ്സും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പം സർവീസബിലിറ്റീൻ്റെ കേസിലാണെങ്കിൽ കുറേ ലിമിറ്റ് സ്റ്റേറ്റ്, അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കുറേ ലിമിറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മുടെ ലിമിറ്റ് സ്റ്റേറ്റിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നോൺ ഡിറ്റർമിനിസ്റ്റിക് മെത്തേഡാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.